ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂളിലെ എക്സാമും കാര്യങ്ങളൊക്കെ? എനിക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ ഇത് വെക്കേഷൻ അവസാനിക്കാൻ പോവുകയാണ്. ക്രിസ്മസ് വെക്കേഷനൊക്കെ തീരാനായില്ലേ? അപ്പോൾ ഈ അവസാനിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റിൽ അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. കഴിഞ്ഞ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഡിസ്കഷനുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിന്റെ ആൻസർ ഡിസ്കഷനുമായിട്ടാണ്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി EMA സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ഇത്തവണ SSLC എക്സാം എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഫസ്റ്റ് ചാപ്റ്ററുകൾ മുതൽ അവസാനത്തെ ചാപ്റ്ററുകൾ വരെ എല്ലാ വിഷയത്തിന്റെയും റിവിഷൻ പ്രോഗ്രാം ഓർബിറ്റ് വിന്നേഴ്സിൽ ഈ വരുന്ന ജനുവരി 5-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകാൻ പോകുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും. കൂടാതെ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും അതിൻ്റെ അതാത് എക്സാമുകൾ നടക്കുകയും കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസും ഫോളോ അപ്പുകളും നടത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കൂടാതെ എൻക്വയറി നടത്തണം, ഫോൺ ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കണം എങ്കിൽ അതിന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പറുകൾ ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും അത് ചെക്കൗട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ 1 മാർക്കിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. The products of electrolysis of aqueous NaCl are ജലീയ NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏവ? നമുക്കിവിടെ 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. NaH2Cl2, H2Cl2 NaCl, H2Cl2 NaOH, H2Cl2 HCl. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? NaClനെ, അതും ജലീയമായ അക്വസ് ആയ NaClനെ നമ്മൾ വൈദ്യുത വിശ്ലേഷണത്തിന് ഇലക്ട്രോലൈസിസിന് വിധേയമാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മളോട് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. പല വിദ്യാർത്ഥികൾക്കും ഒറ്റയടിക്ക് പറയാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ് എന്ന്. എന്നാൽ ചില ആളുകൾക്ക് നമുക്ക് പറയുന്നത് പോലെ ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ്. ഇതോടുകൂടി നിങ്ങൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചിരിക്കും. നമുക്ക് ഇലക്ട്രോളിസിസ് നടത്താൻ, വൈദ്യുത വിശ്ലേഷണം നടത്താൻ ആദ്യം വേണ്ട വസ്തു ഒരു ബീക്കർ ആണ്. എൻ്റെ അതിയായ ചിത്രം വരാ കഴിവ് കാരണം എൻ്റെ ചിത്രങ്ങൾക്ക് ചെറിയ വളവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആദ്യം നമുക്ക് ആവശ്യം ഒരു ബീക്കറാണ്. ഈ ബീക്കറിലേക്ക് നമുക്ക് ആവശ്യമായ ലായനിയെ, സൊല്യൂഷനെ നിറയ്ക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്നത് ആരെയാ? NaClന്റെ അക്വസ് സൊല്യൂഷനെ, ജലീയമായ NaCl സൊല്യൂഷനെ, അതായത് വെള്ളത്തിൽ കലക്കിയ ഉപ്പ് എന്നർത്ഥം. ഞാനിതാ ഈ പാത്രത്തിൽ വെള്ളത്തിൽ കലക്കിയ ഉപ്പിനെ അഥവാ അക്വസ് NaClനെ, ജലീയ NaClനെ നിറച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 2 ഇലക്ട്രോഡുകളെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. ഈ 2 ഇലക്ട്രോഡുകളിലേക്കും നമ്മൾ ഒരു സെല്ലിനെ അഥവാ ബാറ്ററി കണക്ട് ചെയ്തു കൊടുക്കും. ബാറ്ററി വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാ വരയ്ക്കുക. അതിൽ വലിയ വര പോസിറ്റീവ് സൈഡും ചെറിയ വര നെഗറ്റീവ് സൈഡുമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് മറ്റൊരു അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് സൈഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്തായിരിക്കും? പോസിറ്റീവ് സൈഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ആനോഡ് എന്ന് നമ്മൾ പോസിറ്റീവ് സൈഡിനെ വിളിക്കും. അപ്പോൾ നെഗറ്റീവ് സൈഡ് ഏതാ? കാഥോഡാ. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പറയാം, കാഥോഡാണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതെന്ന് പഠിക്കാൻ ഞാനൊരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആൻഓക്സ് എന്ന ഒരു ചെറിയ ഷോർട്ട് ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഓക്സ്, AN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനോഡ്, OX എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഓക്സിഡേഷൻ ആകുന്നു. എന്താകുന്നു? ഓക്സിഡേഷൻ ആകുന്നു. ഇനി കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഷോർട്ട് ഫോമാണ് റെഡ് ക്യാറ്റ് അഥവാ ചുവന്ന പൂച്ച. അതിനർത്ഥം എന്താ അറിയോ?
റിഡക്ഷൻ. എവിടെ? റെഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. എവിടെ? കാഥോഡിൽ. എവിടെ? കാഥോഡിൽ നിരോക്സീകരണം അഥവാ റിഡക്ഷനും ആനോഡിൽ ഓക്സീകരണം അഥവാ ഓക്സിഡേഷനും ആണ് നടക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നൽകിയിരിക്കുന്ന അക്വസ് NaCl ആരൊക്കെ ഉണ്ടായിരിക്കും? അക്വസ് NaClന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയ HCl എന്നാണ് അർത്ഥം. അതായത് ജലവും ഉണ്ടായിരിക്കും, NaCl ഉണ്ടായിരിക്കും. കറണ്ട് പാസ്സാവുമ്പോൾ വെള്ളത്തിന് എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മളെ പ്രിയപ്പെട്ട ജലം വിഘടിച്ച് H+ഉം OH മൈനസുമായിട്ട് മാറും. ആരൊക്കെയായിട്ടാ മാറുക? H+ഉം OH മൈനസുമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ബാക്കിയായിട്ട് ഇവിടെ നിൽക്കുന്ന NaCl ഇല്ലേ, ഇവനും ഇതുപോലെ വിഘടിച്ച് Na+ഉം Cl മൈനസുമായിട്ട് മാറും. എന്തായിട്ട് മാറും? Cl മൈനസും Na+ഉമായിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. അതിനാൽ തന്നെ നമ്മുടെ ആനോഡായിട്ടുള്ള പ്ലസ് ചാർജുള്ള ഭാഗത്തേക്ക് ഇവിടുത്തെ നെഗറ്റീവ് ചാർജുള്ള നമ്മുടെ അയോണുകൾ പോകും. എന്ത് പോകും? അയോണുകൾ പോകും. ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ പോകും. ആര് പോകും? പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ പോകും. ഈ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ സ്വീകരിക്കും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കോഡ് പഠിപ്പിച്ചു തരാം. ഓയിൽ റിഗ് എന്നാണ് ആ കോഡ്. എന്താണ്? ഓയിൽ റിഗ് എന്നാണ് ആ കോഡ്. ഇതിന്റെ അർത്ഥം ഓയിൽ കുഴിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്നല്ല ട്ടോ. എന്താ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ. ഓയിൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ. ഓക്സീകരണം എന്നാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതാണ്. എന്താണ്? ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ. എന്നാൽ റിഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. നിരോക്സീകരണം എന്താണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ കാഥോഡിൽ നടക്കുന്നത് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. കാഥോഡിലേക്ക് പോകുന്ന ആളുകൾ ആരൊക്കെയാണ്? H+ഉം Na+ഉം ആയിരിക്കും. ഇതിൽ H+ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാഥോഡിൽ വച്ച് നമ്മുടെ H+ അയോണുകൾ, 2 H+ അയോണുകൾ ഒരുമിച്ച് യാത്ര ചെയ്യൂ. അവർ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് H2 ഗ്യാസ് ആയിട്ട് മാറും. ആരായി മാറും? H2 ഗ്യാസ് ആയിട്ട് മാറും. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകൾ പോസിറ്റീവ് സൈഡിലേക്ക് പോകും. ആര് പോകും? നെഗറ്റീവ് ചാർജ് ഉള്ളവര് പോസിറ്റീവ് സൈഡിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മുടെ നെഗറ്റീവ് ചാർജിന്റെ സൈഡിലേക്ക് പോയിട്ടുള്ള Na+ ഉണ്ടാവുമല്ലോ, ഓൻ അവിടെ തന്നെ ബാക്കി നിൽക്കൂട്ടോ. ഇവിടെ തന്നെ ബാക്കിയായിട്ട് ആരുണ്ടാകും? Na+ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ അറിയുക. നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉള്ളവർ, നെഗറ്റീവ് അയോണുകൾ എന്ത് ചെയ്യും? പോസിറ്റീവ് സൈഡിലേക്ക്, പോസിറ്റീവ് ഇലക്ട്രോണിന്റെ ഭാഗത്തേക്ക് പോകും. അതിൽ തന്നെ Cl- ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കൂടുതലാ. അതുകൊണ്ട് തന്നെ ആനോഡിൽ വച്ച് 2 Cl- അയോണുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Cl2 ഗ്യാസ് ആയിട്ട് മാറും. ആരായിട്ട് മാറും? Cl2 ഗ്യാസ് ആയിട്ട് മാറും. ഈ ഗ്യാസുകൾ ഒരിക്കലും നേരെ നിൽക്കൂല, അവരൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരിക്കുന്നു. H2ഉം Cl2ഉം ആയിരിക്കും ആദ്യത്തെ ഉൽപ്പന്നം. ബാക്കിയായിട്ട് പോസിറ്റീവ് സൈഡിൽ OH- ബാക്കി കിടപ്പുണ്ട്. OH- ബാക്കി കിടപ്പുണ്ട്. Na+ഉം OH- ഇവിടെ പരാജയപ്പെട്ടു. ഇവ പരാജയപ്പെട്ടു പോയവർ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ഇവർ 2 പേരും കൂടിച്ചേർന്ന് NaOH ആയി മാറാൻ തീരുമാനിക്കും. അങ്ങനെ Na+ഉം OH- കൂടി ചേർന്ന് NaOH ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന 3 ഉൽപ്പന്നങ്ങളിൽ ഒന്നാമത്തത് H2, Cl2, അതിനുശേഷം
NaOH ആയിരിക്കും. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, 2 statements are given. 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കിയാലോ. ഒക്ടൈൽ എത്തനോയേറ്റ് ഹാസ് സ്മെൽ ഓഫ് പൈനാപ്പിൾ. പ്രസ്താവന 1 പറയുന്നു ഒക്ടൈൽ എത്തനോയേറ്റിന് പൈനാപ്പിളിന്റെ ഗന്ധമുണ്ട്. ആണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു ഫോർ പ്രിപ്പയറിംഗ് ഒക്ടൈൽ എത്തനോയേറ്റ് എത്തനോൾ ആൻഡ് octanoic acid are needed. Which of the following statement is correct regarding this statement എന്ന് ചോദിക്കുന്നു. പ്രസ്താവന 2 പറയുന്നു ഒക്ടൈൽ എത്തനോയേറ്റ് തയ്യാറാക്കാൻ എത്തനോളും ഒക്ടനോയിക് ആസിഡും ആവശ്യമാണ്. നൽകിയിട്ടുള്ള പ്രസ്താവനകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം പറയുന്നത്. നമുക്കറിയാം ഒക്ടൈൽ എത്തനോയിറ്റിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല ഓറഞ്ചിന്റെ സ്മെല്ലാ. കാരണം എന്താ, നമ്മളെല്ലാവരും 10ാം ക്ലാസ് കെമിസ്ട്രിയിൽ 2ാം പാഠം പഠിച്ചവരാ. 2ാം പാഠത്തിൽ ഈ എസ്റ്ററുകളെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു ഒക്ടൈൽ എത്തനോയിറ്റിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല ഓറഞ്ചിന്റെ സ്മെല്ലാണ്. അതിനാൽ സ്റ്റേറ്റ്മെന്റ് 1 പ്രസ്താവന 1 തെറ്റാണ് എന്ന് നമ്മൾ 10ാം ക്ലാസ് കുട്ടികൾ പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് 2 നമ്മളോട് പറയുന്നു ഒക്ടൈൽ എത്തനോയേറ്റ് ഉണ്ടാക്കുന്നത് എത്തനോളും ഒക്ടനോയിക് ആസിഡും കൂടി ചേർന്നാണ് എന്ന്. നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിച്ചവരാ. നമുക്കറിയാം ഒക്ടൈൽ എത്തനോയേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എപ്പോഴും എസ്റ്ററുകൾ ഉണ്ടാവുന്നത് ആസിഡുകളും ആൽക്കഹോളും കൂടി ചേർന്ന് തന്നെയാ. പക്ഷേ ഒക്ടൈൽ എത്തനോയേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എത്തനോളും ഒക്ടനോയിക് ആസിഡും അല്ല, പകരം ഒക്ടൈൽ ആൽക്കഹോളും എത്തനോയിക് ആസിഡുമാണ് ആവശ്യം എന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. പ്രസ്താവന 2 തെറ്റാണ്. 2 പ്രസ്താവനകളും തെറ്റാണ്. നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ നോട്ട് കറക്റ്റ്. ഓപ്ഷൻ എ തന്നെയായിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. എ കോളവും ബി കോളവും നൽകിയിരിക്കുന്നു. അതിൽ എ കോളത്തിൽ 17 ഗ്രാം NH3, 88 ഗ്രാം CO2 അറ്റ് STP, STPയിൽ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 14 ഗ്രാം നൈട്രജൻ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ബി കോളത്തിലേക്ക് നോക്കുമ്പോൾ 6.022 into 10⁻23 ആറ്റംസ്, ആറ്റങ്ങൾ, 22.4 ലിറ്റർ, 44.8 ലിറ്റർ, 6.022 into 10⁻23 മോളിക്യൂൾസ്, തന്മാത്രകൾ എന്നിങ്ങനെ നൽകിയിരിക്കുന്നത് കാണാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നു, ഇത് നമ്മുടെ 4ാമത്തെ പാഠവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 4ാമത്തെ പാഠത്തിലെ മോളുകളുടെ എണ്ണം കണ്ടെത്തുന്നതിലൂടെയാണ് ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാനാവുക. മോളുകളുടെ എണ്ണം കണ്ടെത്തുന്നതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഗിവൺ മാസ് ബൈ ഗ്രാം മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ, 17 ഗ്രാം NH3 നൽകിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അമോണിയയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 17 ഗ്രാം ആയിരിക്കും. അതായത് ഇവിടെ 1 മോൾ തന്മാത്രകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ അമോണിയയുടെ മോളാർ മാസ് നൽകിയത് 17 എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് നൈട്രജന്റെ അറ്റോമിക് മാസ് 14, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. 1 നൈട്രജൻ 14 പ്ലസ് 3 ഹൈഡ്രജൻ 3 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 17 ഗ്രാം എന്ന്. അങ്ങനെയാണ് അമോണിയയുടെ മോളാർ മാസ് നമ്മൾ കണ്ടെത്തിയത്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്.
അതിനു മുൻപ് എ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാം. 1 മോൾ അമോണിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1 മോൾ അമോണിയ എത്ര മോളിക്യൂളുകൾ ഉണ്ടായിരിക്കും എന്നായിരിക്കാം ഇവർ ഇവിടെ ഉദ്ദേശിച്ചത്. ഓപ്ഷൻ ബിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 1 മോളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആകുന്നു. അതിനാൽ ഓപ്ഷൻ ഏതാ വരിക? എയുടെ ഉത്തരം ഓപ്ഷൻ 4, ബി കോളത്തിലെ 4ാമത്തേതായിരിക്കും വരിക. ബി ക്വസ്റ്റ്യനിലേക്ക് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നൽകിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 88 ഗ്രാം ആകുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് കണ്ടെത്തണം. കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് 12, ഓക്സിജന് അത് 16. ഒരു കാർബണിന്റെ മാസായ 12 പ്ലസ് 2 ഓക്സിജനുകളുടെ മാസായ 32 സമം 44 ഗ്രാം. 44 ഗ്രാം ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അതായത് 88 / 44 2 മോൾ എന്ന് ഉത്തരം ലഭിക്കും. ഇവിടെ STP എന്ന കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് 25 ഡിഗ്രി സെൽഷ്യസും 1 ATM പ്രഷറിനെയുമാണ് നമ്മൾ STP എന്ന് പറയുന്നത്. 1 മോളിന് STPയിൽ നിലനിൽക്കാൻ ആവശ്യമായ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പോൾ 2 മോളിന് നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലം എന്ന് പറയുന്നത് 2 × 22.4, അതായത് 44.8 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ആൻസർ ലഭിക്കും. ബിയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ മുകളിൽ എ മായ്ച്ചു കളയുകയാണ്. സി ക്വസ്റ്റ്യൻ പറയുന്നു 14 ഗ്രാം നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 14 ആണെന്ന് നമ്മൾ പഠിച്ചു. തന്നിരിക്കുന്ന മാസ് 14, ഗിവൺ മാസ് 14, അറ്റോമിക് മാസ് 14 സമം 1 മോൾ. 1 മോൾ. ഇവിടെ STP എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വ്യാപ്തം, വോളിയം ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആറ്റമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നതായിരിക്കാം ചോദ്യകർത്താക്കൾ ഉദ്ദേശിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറയും 1 മോളിൽ അടങ്ങിയിരിക്കുന്നത് 6.022 × 10⁻23 അല്ലെങ്കിൽ 10⁻23 ആറ്റമാണ് എന്നതിനാൽ ആറ്റങ്ങൾ. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ബിയിൽ നിന്നും. അതായത് നമ്മൾ താഴെ ആൻസേഴ്സിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ശരിയാക്കി എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത ചോദ്യത്തിലേക്ക്, 4ാമത്തെ ചോദ്യത്തിലേക്ക്. അസേർഷൻ എ, ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇൻ 4th പീരിയഡ് ആർ ഫിൽഡ് ഇൻ പെനൾട്ടിമേറ്റ് ഷെൽ. പ്രസ്താവന എ പറയുന്നു 4ാം പീരിയഡിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൽ നിറയുന്നു. നമ്മളോട് പറഞ്ഞത് എന്താ? ഡി ബ്ലോക്കില് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് 4ാമത്തെ പീരിയഡിലെ മൂലകങ്ങളിൽ ഇലക്ട്രോൺ നിറയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം റീസൺ പറയുന്നു. റീസൺ ആർ 3D ഹാസ് മോർ എനർജി ദാൻ 4s സബ്ഷെൽ. കാരണം ആർ പറയുന്നു 3D സബ്ഷെല്ലിന് 4s സബ്ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലാണ്. ആദ്യം അസേർഷൻ എ, പ്രസ്താവന എ പരിശോധിക്കാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് 4ാമത്തെ പീരിയഡിലുള്ള ഇലക്ട്രോണുകൾ നിറയുന്നത് അവസാനത്തെ ഷെല്ലിന്, ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പെനൾട്ടിമേറ്റ് ഷെൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതിനാൽ നമുക്ക് മനസ്സിലാകും അസേർഷൻ എ
ശരിയാണ് എന്ന്. ഇനി റീസണെ കുറിച്ച് പരിശോധിക്കാം. നിങ്ങൾ എല്ലാവരും സ്പൈറൽ പഠിച്ചതായിരിക്കും. സബ്ഷെല്ലിന്റെ സ്പൈറൽ അതെങ്ങനെയാ നമ്മൾ എഴുതിയത്? 1s 2s 2p 3s 3p 3d 4s 4p 4d 4f എന്നിങ്ങനെ എഴുതി നമ്മൾ ചെരിച്ച് വരച്ചിരുന്നവരാണ് അല്ലേ? ആണ്. ഇനി നമുക്കറിയാം ഊർജം കൂടി വരുന്ന ഓർഡർ എന്ന് പറയുന്നത് 1s 2s 2p 3s 3p 4s 3d എന്നാണ്. ഇവിടെ 4sന് 3dയേക്കാൾ ഊർജം കുറവായത് കൊണ്ടാണ് 4sൽ ആദ്യം ഇലക്ട്രോണുകൾ നിറയുന്നത് എന്നും അതിനുശേഷം മാത്രമേ 3dയിൽ ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് റീസൺ 6. കാരണം 6ഉം ശരിയാണ്, എയും 6ഉം ശരിയാണ്. ഓപ്ഷനുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എ, ആർ എന്നിവ ശരിയാണ്. കൂടാതെ ആർ എന്ന് പറയുന്നത് എയുടെ ശരിയായ വിശദീകരണം ആണ് എന്നും നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 5ാമത്തെ ചോദ്യത്തിലേക്ക് 2 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യമാണ്. ചോദ്യം നമ്പർ 5. ചോദ്യം ചോദിക്കുന്നു, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുലേ ഓഫ്. താഴെ പറയുന്നവയുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. എ, ബി ചോദ്യങ്ങളാണുള്ളത്. എ എന്താ? പെന്റനാൾ. ബി എന്താ? പെന്റിറ്റു ഐൻ. നമ്മള് 1ാമത്തെ പാഠം പഠിച്ച കുട്ടികളാ. 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ സ്ട്രക്ചർ ഘടന വരയ്ക്കാമെന്ന്. അവിടെ ആദ്യത്തേതിനെ നമ്മൾ നോക്കും. പെന്റനാൾ. പെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കെമിസ്ട്രിയിലെ 1ാമത്തെ പാഠം പഠിച്ച നമുക്കറിയാം പെന്റ് എന്നാൽ 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളാ. എന്നിട്ട് നമ്മൾ അവസാനത്തിലേക്ക് നോക്കുമ്പോൾ നാൾ എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ അവരെ ഓൾ എന്നാണ് വിളിക്കാറ്. ഇനി അവ കീറ്റോ ഗ്രൂപ്പുകൾ ആണ് എങ്കിൽ നമ്മൾ അവരെ ഓൺ എന്നായിരുന്നു അവസാനത്തിൽ എഴുതി ചേർക്കാറ്. ഇനി ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ ആയിരുന്നു എങ്കിൽ CHO ഗ്രൂപ്പുകളായിരുന്നെങ്കിൽ ആൾ എന്നായിരുന്നു ചേർക്കാറ്. COOH ആണെങ്കിൽ നമ്മൾ ഓയിക് ആസിഡ് എന്നായിരുന്നു അവസാനത്തിൽ ചേർക്കാറ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ പറയുന്നത് ആരെ ഗ്രൂപ്പാണ്? നമ്മുടെ പ്രിയപ്പെട്ട ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അവരെയാണ് നമ്മൾ ആൾ പെന്റനാൾ എന്ന് വിളിക്കുന്നത്. ആൾ എന്ന് വിളിക്കുന്നത് ആരുടെ ഗ്രൂപ്പാ? ആൽഡിഹൈഡ് ഗ്രൂപ്പാ. നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട് 5 കാർബണ. കൂടാതെ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. പൊസിഷൻ പറയാത്തത് കൊണ്ട് 1ാമത്തെ പൊസിഷനിലായിരിക്കും ആരുണ്ടായിരിക്കുക? നമ്മുടെ പ്രിയപ്പെട്ട ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. ഇനി ഞാൻ ഈ കോമ്പൗണ്ട് വരയ്ക്കാൻ പോകുന്നു. ആദ്യം 5 കാർബൺ ആറ്റങ്ങളെ എഴുതും. കാർബൺ ആറ്റത്തിൽ ഏതാ ഗ്രൂപ്പ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും. ബാക്കിയുള്ളവയെ ഞാൻ ഹൈഡ്രജൻ വച്ച് ഫില്ല് ചെയ്തു കൊടുക്കും. CH3 CH2 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 CHO എന്നതായിരിക്കും ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ന് എല്ലാവരും ശരിയാക്കി എന്ന വിശ്വാസത്തോടുകൂടി ഞാനിതാ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ബി ക്വസ്റ്റ്യൻ, പെന്റിറ്റു ഐൻ. ANE എയിൻ എന്ന് ചേർക്കാറ് ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് ഉണ്ടാകുമ്പോഴാണ്. ഈൻ എന്ന് ചേർക്കാറ് ദ്വിബന്ധനം അഥവാ ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോഴാണ്. ഐൻ എന്ന് ചേർക്കാറ് ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുമ്പോഴാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി പെന്റ് എന്നാൽ 5 കാർബൺ ആറ്റങ്ങളാ. പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് 2 ആണ്. കൂടാതെ 2ാമത്തെ പൊസിഷനിൽ എന്താ? ഐനാണ്. ത്രിബന്ധനമായിരിക്കും 2ാമത്തെ പൊസിഷനിൽ ഉണ്ടായിരിക്കുക. വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം 5 കാർബൺ ആറ്റങ്ങളെ എഴുതി വെക്കും. അതിനുശേഷം 2ാമത്തെ പൊസിഷനിൽ
YNE ഐനെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ കാർബണുകൾക്ക് നമ്പർ ഇടും 1 2 3 4 5. ഇനി പിന്നിലേക്ക് നമ്പർ ഇട്ടാലും ശരിയാണ്. 1 2 3 4 5. ഇവിടെ നിന്നും ഏതെങ്കിലും ഒന്നിനെ ഞാൻ തിരഞ്ഞെടുക്കും. ഞാനിപ്പോൾ മുകളിൽ എഴുതിയ നമ്പർ സിസ്റ്റത്തിനാണ് ഇവിടെ തൽക്കാലം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ താഴെ എഴുതിയതിനെയാണ് തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിലും ശരിയാണ്. അവിടെ നിന്നും രണ്ടാമത്തെ പൊസിഷനിൽ ഞാൻ ത്രിബന്ധനം വരച്ചു കൊടുക്കും, ട്രിപ്പിൾ ബോണ്ട് വരച്ചു കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ളവയെ ഹൈഡ്രജൻ വച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും? പെന്റ് ടു ഐൻ എന്ന് പറയുന്നതായിരിക്കും. ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക്. ആറാമത്തെ ചോദ്യം പറയുന്നു, two statements regarding a particular block of elements are given below. ഒരു പ്രത്യേക ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് രണ്ട് പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന, they are known as inner transition elements. ഇവ അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, filling up of electron takes place in the anti-penultimate shell. ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. പ്രസ്താവന എ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി, അന്തസംക്രമണ മൂലകങ്ങൾ എന്നത് നമ്മൾ വിളിക്കാറ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ ആയിരുന്നു. ആരെയായിരുന്നു? എഫ് ബ്ലോക്ക് മൂലകങ്ങളെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എഫ് ബ്ലോക്കിനെ കുറിച്ചാ. എഫ് ബ്ലോക്കിൽ എപ്പോഴും അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അവസാനത്തെ ഷെല്ലിന്റെയും തൊട്ടുള്ളിലുള്ള ഷെല്ലിലായിരിക്കും എന്നും നമ്മൾ പഠിച്ചവരാണ്. അതിൽ നിന്നും എ ചോദ്യം നമ്മൾ പരിശോധിക്കും. Which is the block of elements described here? ഇവിടെ വിവരിക്കുന്ന മൂലകങ്ങളുടെ ബ്ലോക്ക് ഏതാണ്? ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ച് നമ്മൾ പറയും എഫ് ബ്ലോക്ക് മൂലകങ്ങളാണവ. എഫ് ബ്ലോക്ക് മൂലകങ്ങളാണവ. ബി ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. ടെക്സ്റ്റ് പുസ്തകം നമ്മളോട് ഒരുപാട് സവിശേഷതകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സവിശേഷതയാണ് അവ ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത്? ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പഠിച്ച കാര്യമുണ്ട്, ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നണോ എന്നറിയില്ല, എന്നാലും ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അഞ്ചാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ പലതും മനുഷ്യനിർമ്മിതമാണ്. The post uranium elements are man-made. പിന്നെ നമ്മൾ പഠിച്ചു most of them are radioactive. പലതും റേഡിയോ ആക്റ്റീവ് ആണ്. കൂടാതെ നിയോഡിയം ഈസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രോങ് മാഗ്നറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. ബലമുള്ള കാന്തങ്ങൾ ഉണ്ടാക്കാൻ നിയോഡിയം ഉപയോഗിക്കുന്നു. മറ്റൊരു പോയിന്റും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം വ്യവസായത്തിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. ഇത്രയും പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒരൊറ്റ പോയിന്റ് എഴുതി വെച്ചാൽ നമുക്കിവിടെ 1 മാർക്ക് ലഭിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏഴാമത്തെ ചോദ്യത്തിലേക്ക്. ഏഴാമത്തെ ചോദ്യം എയും ബിയും ഉണ്ട്. അതിൽ ഓർ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ ശരിയാക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണ മാർക്ക് ലഭിക്കും. അതിൽ എ ക്വസ്റ്റ്യൻ ആദ്യം പരിശോധിക്കും, ബി ക്വസ്റ്റ്യൻ പിന്നീട് പരിശോധിക്കും. എ ക്വസ്റ്റ്യൻ പറയുന്നു, ദ എൽ പ്ലസ് എൻ വാല്യൂ ഓഫ് 2 ഓർബിറ്റൽസ് ഈസ് 5 ഈച്ച്. 2 ഓർബിറ്റലുകൾക്ക് n+l മൂല്യം 5 വീതം ആണ്. One of the orbitals has 5 orientations and the other has 3 orientations. ഒരു ഓർബിറ്റലിന്
5 ഓറിയന്റേഷനുകളും മറ്റേതിന് 3 ഓറിയന്റേഷനുകളും ഉണ്ട്. ചോദ്യം പരിശോധിക്കാം. ഐഡന്റിഫൈ ദ ഓർബിറ്റൽസ്. ഈ ഓർബിറ്റലുകൾ ഏതെല്ലാം? നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് n+1 വാല്യൂ 2 ഓർബിറ്റലുകൾക്ക് 5 തന്നെയാണ്. എത്രയാണ്? 5 തന്നെയാണ്. n+l വാല്യൂ എന്ന് പറയുന്നത് l ആണ്, 1 അല്ലേ? 5 തന്നെയാണ്. നമുക്കറിയാം Na എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാ, l എന്ന് പറയുന്നത് അസിമത്തൽ ക്വാണ്ടം നമ്പറാ. ഓറിയന്റേഷനെ പറഞ്ഞു തരുന്ന ഒരു ക്വാണ്ടം നമ്പർ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നായിരുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഒന്നിൻ്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 5ഉം മറ്റൊരെണ്ണത്തിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 3ഉമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. m വച്ച് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ഓറിയന്റേഷനെ സൂചിപ്പിക്കും. ഒന്നിൻ്റേത് 5ഉം മറ്റൊന്നിൻ്റേത് 3ഉം ആകുന്നു. നമുക്കെല്ലാവർക്കും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടെ അറിയാം. 2l+1 = മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അഥവാ ഓറിയന്റേഷനുകളുടെ എണ്ണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ ക്വാണ്ടം നമ്പറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് ഷെല്ലുകളുടെ എണ്ണം, ഷെല്ലിൻ്റെ എണ്ണമാണ് പറഞ്ഞു തരുന്നത്, നമ്പർ ഓഫ് ഷെല്ലാണ് പറഞ്ഞു തരുന്നത് എങ്കിൽ എൽ എന്ന അസിമത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത് ഓർബിറ്റൽ ഏതാണ് എന്നാണ്. എന്താ പറഞ്ഞു തരുന്നത്? ഓർബിറ്റൽ അഥവാ സബ് ഷെൽ ഏതാണ് എന്നാണ് നമ്മളോട് അസിമത്തൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. എന്നിൻ്റെ വാല്യൂ 1 2 3 4 എന്നാണ്. സോറി, കെ എന്നറിയാതെ എഴുതിപ്പോയതാണ്. 4 എന്നാണ്. 1 എന്ന് പറയുന്നത് കെ ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് എൽ ഷെല്ലാണ്, 3 എന്ന് പറയുന്നത് എം ഷെല്ലാണ്, 4 എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. ഇനി അസിമത്തൽ ക്വാണ്ടം നമ്പറായ എൽ പറയുന്നത് 0 തൊട്ടാണ് അവർ തുടങ്ങുക. 0 1 2 3 0s 1 p 2 d 3നെ എന്താ വിളിക്കുക നമ്മൾ? എഫ് എന്നുമായിരുന്നു വിളിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓർബിറ്റലുകൾ ഏതാണ് എന്നാണ്. അതിനായിട്ട് നമ്മൾ ഷെല്ലുകൾ ഏത്, സബ് ഷെൽ ഏത് എന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യാറിയോ? ഈ എമ്മിൻ്റെ വാല്യൂ ഇക്വേഷനിൽ 2l+1 എന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ 2l+1 = 5 എന്ന് ഒരു സൈഡിലും മറ്റേതിൻ്റേത് 2l+1 = 3 എന്നും എനിക്ക് ലഭിക്കും. ഇവിടെ ഒന്നിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2l = 5 - 1 അതായത് 4 എന്ന് ലഭിക്കും. 2നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ l എന്ന് പറയുന്നത് 4/2 2 എന്ന് എനിക്ക് ലഭിക്കും. അടുത്തത് മറ്റൊരു കേസിൽ m 3 പറഞ്ഞില്ലേ, ഓറിയന്റേഷൻ 3. ഇതിനെ ഞാൻ കണ്ടുപിടിക്കാൻ 2l = 3 - 1 = 2 ആയിരിക്കും. l എന്ന് പറയുന്നത് 2/2 = 1 ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ കിട്ടി. എത്രയാ എല്ലിൻ്റെ വാല്യൂ? ഒന്നിൻ്റേത് 2ഉം മറ്റൊന്നിൻ്റേത് 1ഉമാണ്. അതായത് ആദ്യത്തെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 2 ഡി ആയിരിക്കും. മറ്റേതിൻ്റേത് പറയുകയാണെങ്കിൽ പി ആയിരിക്കും. ഡിയും പിയും ആയിരിക്കും. ഇനി നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടെ കണ്ടെത്താം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു n+l എന്ന് പറയുന്നത് 2 എണ്ണത്തിനും 5 ആണ്. ആദ്യത്തെ ഇതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും 2 l = 2 കണ്ടെത്തി ഞാൻ n+2 = 5 എന്ന് എനിക്ക് മനസ്സിലായി. n എന്ന് പറയുന്നത് 5 - 3 ആയിരിക്കും, അതായത് 3 ആയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും 3D ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള സബ് ഷെല്ല് എന്ന് പറയുന്നത്. ഏതായിരിക്കും? 3D ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി തൊട്ടടുത്ത സൈഡിലേക്ക് രണ്ടാമത്തെ ഇൻഫർമേഷനിൽ നിന്നും എനിക്ക് മനസ്സിലാവും n+l വാല്യൂ എത്ര? 1 = 5, അതായത് n = 5 - 1 4 എന്നുത്തരം കിട്ടും. അപ്പോൾ
4p ആയിരിക്കും രണ്ടാമത്തെ ഓർബിറ്റൽ അഥവാ സബ് ഷെല്ല് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ എ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു. ഏഴാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ടിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം ഹാസ് ഹയർ എനർജി, എക്സ്പ്ലെയിൻ ദ റീസൺ. അവയിൽ ഏതിനാണ് ഊർജം കൂടുതൽ എന്ന് കാരണസഹിതം വിശദീകരിക്കുക. നമുക്ക് അറിയാവുന്ന ഓർബിറ്റലുകൾ ഏതെല്ലാമാണ് ഇവിടെ നൽകിയത്? 3D 4p ആണ്. അതിൽ നിന്നും 4pക്കായിരിക്കും 3Dയേക്കാൾ ഊർജം കൂടുതൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്ത് എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, മൂല്യം കൂടുന്നതിനനുസരിച്ച് ഊർജം കൂടി വരുന്നു. അതിനാൽ ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടിയ 4pക്കായിരിക്കും ഊർജം കൂടുതൽ ഉണ്ടായിരിക്കുക. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്താൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും അകന്നകന്ന് പോകുന്നതിനനുസരിച്ച് ഓരോ ഓർബിറ്റുകളുടെയും ഊർജം കൂടി വരുന്നു എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആസ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസസ്, the value of energy also increases. Hence 4p orbital has higher energy than 3D orbital. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ ഊർജം കൂടി വരുന്നു. അതിനാൽ 4p ഓർബിറ്റലുകൾക്ക് 3D ഓർബിറ്റലുകളേക്കാൾ ഊർജം കൂടുതലായിരിക്കും. ഇതോടുകൂടി നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ടിലേക്ക് കടക്കുന്നു. 7ലെ ബി ചോദ്യത്തിലേക്ക്. അതിൽ തന്നെ നമുക്ക് നൽകിയത് എന്ത് എന്ന് പരിശോധിക്കാം. സം ഇൻഫർമേഷൻസ് അബൌട്ട് 2 സബ്ഷെൽസ് ആർ ഗിവൺ ബിലോ. 2 സബ്ഷെല്ലുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ ഇൻഫർമേഷൻ, ഷെൽ നെയിം M, നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് 5, ഷെല്ല് നാമം M, ഓറിയന്റേഷനുകളുടെ എണ്ണം 5. രണ്ടാമതായി പറയുന്നു ഷെൽ നെയിം N, നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് 1, ഷെൽ നാമം N, ഓറിയന്റേഷനുകളുടെ എണ്ണം 1. ഇതിൽ നിന്നും നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ തന്നെ എഴുതി വെക്കാം. 1 2 3 4 എന്നായിരുന്നു നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ വിളിച്ചിരുന്നത്. അത് 1 എന്ന് പറയുന്നത് K, 2 L, 3 M, N, 4 എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓറിയന്റേഷൻ പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പറിന്റെ പേര് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ എ ചോദ്യത്തിലേക്ക് കടക്കുന്നു. റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ. നൽകിയിട്ടുള്ള സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. നമുക്ക് മനസ്സിലായി സബ്ഷെല്ലാ ചോദിച്ചിരിക്കുന്നത്. സബ്ഷെല്ല് മനസ്സിലാക്കണം എങ്കിൽ ആദ്യം ഞാൻ കണ്ടുപിടിച്ചു വെക്കും. ഒന്നാമത്തതിന്റെ ഷെല്ല് എന്ന് പറയുന്നത് ഏതായിരിക്കും? M ആണ് എന്നുള്ളത് കൊണ്ട് 3 ആയിരിക്കും. രണ്ടാമത്തതിൻ്റെത് N ആണ് എന്നുള്ളത് കൊണ്ട് 4 ആയിരിക്കും. ഓറിയന്റേഷൻസ് നൽകിയിരിക്കുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നൽകിയിരിക്കുന്നു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2L + 1 = M എന്നായിരുന്നു. നമ്മളോട് ആദ്യത്തെ ഓറിയന്റേഷൻ എത്രയാന്ന് പറഞ്ഞു? 5 എന്ന് പറഞ്ഞു. എമ്മിന്റെ സ്ഥാനത്ത് ഞാൻ ആദ്യം 5നെ എടുക്കുന്നു. 2L + 1 = 5. അതായത് 2L = 5 - 1 = 4. അപ്പോൾ L എന്ന് പറയുന്നത് എത്രയായിരിക്കും? L എന്ന് പറയുന്നത് 4/2 = 2 ആയിരിക്കും ഉത്തരം വരുന്നത്. നമുക്കെല്ലാവർക്കും അസിമത്തൽ ക്വാണ്ടം നമ്പറുകൾ അറിയാം. എല്ലിൻ്റെ വാല്യൂ 0, 1, 2, 3, 4 അങ്ങനെ ആയിരുന്നു. അതിൽ 1 എന്ന് പറയുന്നത് S, 1 P, 2 D, 3 F ആണ് എന്നും അറിയാം.
അപ്പോൾ 5 എമ്മിന് പകരം കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി L വാല്യൂ 2, അതായത് D ഓർബിറ്റൽ. 3D ആയിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന സബ് ഷെൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഷെൽ നെയിം N, നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് 1. ഞാനിവിടെ എമ്മിന് പകരം ഈ ഒരു ഇക്വേഷനിൽ 1 എന്ന് കൊടുക്കുന്നു. 2L + 1 = 1, 2L എന്ന് പറയുന്നത് അപ്പോൾ 1 - 1, അതായത് 0 എന്ന് ലഭിക്കും. L = 0, അതായത് എസ് സബ് ഷെല്ലായിരിക്കും ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് 3Dയും 4Sമായിരിക്കും എന്നറിയുമ്പോൾ A ക്വസ്റ്റ്യൻ നമ്മൾ തീർത്തിരിക്കുന്നു. B ക്വസ്റ്റ്യനിലേക്ക് റൈറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓഫ് ദോസ് കേസസ്. ഇവയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. നമ്മളോട് പറഞ്ഞത് എന്താ? ഓരോന്നിലും കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. എസിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14 എന്ന് നമുക്കറിയാം. അതായത് 3Dയിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആയിരിക്കും. 4Sൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും എന്നും അറിയുമ്പോൾ നമ്മൾ 7ാമത്തെ ചോദ്യത്തിനോട് ബൈ ചൊല്ലി പിരിയുന്നു. 8ാം ചോദ്യം കാണുന്നു. A question, what is a fuel cell? ഇന്ധന സെൽ എന്നാൽ എന്ത്? എന്താ ഇന്ധന സെല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ധന സെല്ലുകൾ എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ലുകൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ധന സെല്ല് എന്താ ചെയ്യല്. നമുക്കാദ്യം ഇന്ധന സെല്ലുകളുടെ ധർമ്മം പരിശോധിക്കാം. എന്തായിരുന്നു ഫ്യുവൽ സെല്ലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതായിരുന്നു ഫ്യുവൽ സെല്ലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നതാണ് ഫ്യുവൽ സെല്ലിന്റെ ഇന്ധന സെല്ലിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠം ഇലക്ട്രോ കെമിസ്ട്രി വൈദ്യുത രസതന്ത്രത്തിൽ അവസാനത്തെ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഫ്യുവൽ സെൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. The fuel cells are special type of galvanic cells which converts the chemical energy produced by the combustion of hydrogen, methanol, methane into electrical energy. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? Fuel cells are special galvanic cells which converts the chemical energy produced by the combustion of hydrogen, methanol, methane into electrical energy. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയും. ഒറ്റത്തവണ ഞാൻ പറയുള്ളൂ. ഹൈഡ്രജൻ, മെത്തനോൾ, മീഥൈൻ തുടങ്ങിയ വാതകങ്ങളുടെ ജ്വലനം മൂലമുണ്ടാകുന്ന രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഗാൽവാനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ. നമ്മൾ അത് എഴുതി വെച്ചാൽ നമുക്ക് ലഭിക്കും 1 മാർക്ക്. ഇനി ചോദിക്കുന്നു, റൈറ്റ് 1 അഡ്വാൻറ്റേജ് ഓഫ് ഫ്യുവൽ സെൽ. ഇന്ധന സെല്ലിന്റെ ഒരു മേന്മ എഴുതുക. നമ്മൾ ഇഷ്ടം പോലെ മേന്മകൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഹൈ എഫിഷ്യൻസി, ഉയർന്ന കാര്യക്ഷമത. രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ പൊല്യൂഷൻ, കുറഞ്ഞ മലിനീകരണ നിരക്ക്. കുറഞ്ഞ ചിലവ്, ലോ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. 9ാമത്തെ ചോദ്യം എ പാർട്ട് ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. അതിൽ എ പാർട്ട് ആദ്യം ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് 4 carbon atoms and an OH functional group in the molecule shows position isomerism. ഒരു തന്മാത്രയിൽ 4 കാർബൺ ആറ്റങ്ങളും ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പും ഉള്ള പൂരിത ഓർഗാനിക് സംയുക്തം പൊസിഷൻ ഐസോമെറിസം കാണിക്കുന്നു.
എ ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഫുൾഫില്ലിംഗ് ദോസ് കണ്ടീഷൻ. ഈ വ്യവസ്ഥകൾ പാലിക്കുന്ന ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടന എഴുതുക. നമ്മളോട് ചോദ്യം പറഞ്ഞത് എന്ത് എന്നാദ്യം പരിശോധിക്കാം. 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു തന്മാത്രയാണ്, ഒരു മോളിക്യൂളാണ്. അതിൽ OH ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഞാൻ എഴുതുന്നു 4 കാർബൺ ആറ്റം, കൂടാതെ ഒന്നാമത്തെ പൊസിഷനിൽ തൽക്കാലം OH ഫങ്ഷണൽ ഗ്രൂപ്പിനെ വെക്കും. അതിനുശേഷം ഞാൻ ബാക്കിയുള്ളവയുടെ ഹൈഡ്രജൻ വച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? CH3 CH2 OH. ഇതിന്റെ പേരെന്താ? ബ്യൂട്ടനോൾ എന്നായിരുന്നു. എന്താണ്? ബ്യൂട്ടനോൾ എന്നായിരിക്കും. നമ്മളോട് എ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പൊസിഷൻ ഐസോമർ വരയ്ക്കുമ്പോൾ നിങ്ങൾ അറിയുക പൊസിഷൻ ഐസോമർ എന്താണ് എന്നുള്ളത്. ഒരു കോമ്പൗണ്ടിൽ, ഒരു മോളിക്യൂളിൽ, ഒരു തന്മാത്രയിൽ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം കാരണം കാണിക്കുന്ന ഐസോമറിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. എന്ന് മനസ്സിലായ നമ്മൾ ആദ്യം വരച്ചു വെച്ച എന്താണ്? 4 കാർബൺ ഉള്ള ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഒരു കോമ്പൗണ്ടാ. അതിൽ ഒന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ആര് വരുന്നത്? OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അതിനെ ഞാൻ രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരച്ചാൽ എനിക്ക് ലഭിക്കും പൊസിഷൻ ഐസോമർ. അതിനാൽ ഞാൻ ഇതിനെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. CH3 ഇവിടെ OH വരും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടാൻ ടു ഓൾ എന്നായിരിക്കും പേര് വരിക. ഇത് ഒരു ഫങ്ഷണൽ ഐസോമർ അല്ല, പകരം പൊസിഷൻ ഐസോമർ ആണ്. ഇനി ആരെങ്കിലും ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ 1ഉം 2ലും വരച്ച് മൂന്നാമത്തേൽ ഞാൻ വരച്ചാൽ എന്താ സംഭവിക്കുക? ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എഴുതാൻ പോവാണേ. CH3 CHOH, ബാക്കിയുള്ളവരെ CH2 CH3 എന്ന് എഴുതി വെച്ചാൽ ഞാനിതാ മൂന്നാമത് ഒരെണ്ണം കൂടെ വരച്ചില്ല എന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക തെറ്റാണ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 1 2 3 4 എന്നിട്ട് വിചാരിച്ച് എല്ലാ സമയത്തും ഇവിടുന്ന് തന്നെ 1 2 3 4 ഇടാൻ പാടില്ല. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും 1 2 3 4 ഇട്ട് നോക്കണം. ഞാൻ ബാക്കിൽ നിന്ന് ഇട്ടതുപോലെ ഇനി ഫ്രണ്ടിൽ നിന്ന് മുന്നിലേക്കും 1 2 3 4 എന്നിട്ട് കൊടുക്കണം. അതിൽ ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാണോ വരിക അതിനെയാണ് എടുക്കേണ്ടത്. ഇവിടെ രണ്ടാമത്തതിൽ തന്നെയാണ് വീണ്ടും വന്നത്. അതായത് ഈ വരച്ചവനും സെയിം തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. മണ്ടത്തരം കാണിക്കരുതേ, പൊട്ടത്തരം കാണിക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിതാ ഞാൻ ബി ചോദ്യം പരിശോധിക്കുന്നു. ബി ചോദ്യം പറയുന്നു, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ ഒരു ഫങ്ഷണൽ ഐസോമറിസത്തിന്റെ ഘടന എഴുതുക. ഫങ്ഷണൽ ഐസോമറിസം എന്താ എന്ന് ഞാൻ മനസ്സിലാക്കണം, നിങ്ങളും മനസ്സിലാക്കണം. നമുക്കറിയാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസം മൂലം കാണിക്കുന്ന ഐസോമറിസമാണ് ഫങ്ഷണൽ ഐസോമറിസം. മോളിക്യുലാർ ഫോർമുല ഒന്നായിരിക്കും, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കും. അതിനായി ഞാൻ ആദ്യം ഇതിൻ്റെ മോളിക്യുലാർ ഫോർമുല എടുത്തെഴുതുന്നു. C4 H 3ഉം 2ഉം 5, 5ഉം 2ഉം 7, 7ഉം 2ഉം 9, 9 1ഉം 10, H 10. O എന്നതാണ് ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഓണം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയും OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത് ഈഥറുകളുമായിട്ടാ. ആരുമായിട്ടാ? ഈഥറുകളുമായിട്ടാ. ഈഥറുകൾ എന്ന് പറയുന്നത് സെന്ററിൽ ഒരു ഓക്സിജൻ ഉള്ളവരാണ്.
അവ തന്നെ മെറ്റാമറിസവും കാണിക്കും. പൊസിഷൻ ഐസോമറിസത്തിന്റെ കൂടെ മെറ്റാമറിസവും കാണിക്കുന്നവരാണ്. ഈ ഓക്സിജന് ചുറ്റും ഉള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൽ, കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെറ്റാമറിസം എന്നാണ്. എനിക്കറിയാം 4 ഉള്ളവരാണ്. 4 എന്ന് പറയുന്നത് 1+3 എന്ന് പറയുന്നത് 4 ആണ്. 2+2 എന്ന് പറയുന്നതും 4 ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഫങ്ഷണൽ ഐസോമറിനെ 2 തരത്തിൽ വരയ്ക്കാൻ സാധിക്കും. ഒന്നാമത്തത്, ഒരു സൈഡിൽ ഒരു കാർബൺ ആറ്റവും മറ്റൊരു സൈഡിൽ 3 കാർബണുകളും. മറ്റൊരു സ്റ്റൈലിലാണെങ്കിലോ ഒരു സൈഡിൽ 2 കാർബണും മറ്റൊരു സൈഡിൽ 2 കാർബണും ഉള്ളത്. ഞാൻ ആദ്യം ഒരു സൈഡിൽ 1 കാർബണും മറ്റൊരു സൈഡിൽ 3 എണ്ണവും ഉള്ളതിനെ വരയ്ക്കാൻ പോവുകയാണ്. ഒരു സൈഡിൽ 1, ബാക്കി സൈഡിൽ 3. ബാക്കിയുള്ളവരെ ഞാൻ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി ഇവരുടെ പേരിടൽ എങ്ങനെ നടത്തുക എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എല്ലാവർക്കും അറിയാം, ചെറുതോക്സി വലുതൈൻ എന്നാണ് നമ്മൾ പേരിടാറ്. ചെറുത് എന്ന് പറയുന്നത് ഇവിടെ ഏതാന്ന് നോക്കണം. മീത് ഗ്രൂപ്പാണോ പ്രൊപ്പ് ഗ്രൂപ്പാണോ? ചെറുത് മീത് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇവന്റെ പേര് മീതോക്സി പ്രൊപ്പൈൻ എന്നായിരിക്കും. എന്താണ്? മീതോക്സി പ്രൊപ്പൈൻ. ഇനി 2 സൈഡിലും 2 വീതം കാർബൺ ആറ്റങ്ങൾ ഉള്ളവർ ആണ് എങ്കിൽ നിങ്ങൾ ഇവയെ നിർബന്ധമായിട്ടും ഹൈഡ്രജൻ ആറ്റങ്ങൾ വച്ച് ഇവയെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടും 2 സൈഡിലും 2 കാർബൺ വീതം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? ഈതോക്സി ഈഥൈൻ എന്താ വിളിക്കുക? ഈതോക്സി ഈഥൈൻ. ഇനി 9ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. C5H10O is a molecular formula of compound which shows position isomerism as well as metamerism. Write the structural formula of 2 position isomers of this compound and their IUPAC name. C5H10O എന്നത് പൊസിഷൻ ഐസോമറിസവും മെറ്റാമറിസവും കാണിക്കുന്ന സംയുക്തത്തിന്റെ തന്മാത്രാവാക്യമാണ്. ഈ സംയുക്തത്തിന്റെ 2 പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങളും IUPAC നാമങ്ങളും എഴുതുക. നമ്മളോട് പറയുന്നു പൊസിഷൻ ഐസോമറുകളും മെറ്റാമറിസവും കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് സംയുക്തം ആണത്. ഞാൻ അബദ്ധത്തിലാണെങ്കിലും നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈഥറുകൾ എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമറിസവും മെറ്റാമറിസവും ഒരേ സമയം കാണിക്കുന്നവരാണ്. അതായത് ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈഥറിനെ വരയ്ക്കാനാ. അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്ന മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത് C5H10O എന്നതാണ്. അപ്പോൾ 5 കാർബൺ ആറ്റം, 10 ഹൈഡ്രജനുകൾ, ഒരൊറ്റ ഓക്സിജൻ ആറ്റം. ഈഥറുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്സിജന് ചുറ്റും 2 സൈഡിലായിട്ട് കാർബൺ ആറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം കാർബൺ 5 എണ്ണം. പൊസിഷൻ ഐസോമറിസവും കാണിക്കണം, എന്തും കാണിക്കണം, മെറ്റാമറിസവും കാണിക്കണം. 5 കിട്ടണം എങ്കിൽ എനിക്ക് ഒരു ഓപ്ഷനാണ് 4+1 അല്ലെങ്കിൽ 1+4 = 5 എന്നറിയാം. അല്ല എങ്കിൽ 2+3 എന്ന് പറയുന്നതും 5 ആണ്. അതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം ഒരു ഓക്സിജൻ എഴുതും, 2 സൈഡിലേക്ക് ഓരോ ബോണ്ടുകൾ വരച്ചു വെക്കും. ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു സൈഡിൽ 1 കാർബണും മറ്റൊരു സൈഡിൽ 4 കാർബണും ഉള്ളവരെയാണ്. ആദ്യത്തെ സൈഡിൽ ഞാൻ 1 കാർബണിനെ വരയ്ക്കും, ബാക്കി സൈഡുകളിൽ 4 കാർബണുകളെ വരയ്ക്കും. ഇവയെ ഹൈഡ്രജൻ വച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ടാ കിട്ടുക. ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ചെറുതോക്സി വലുതൈൻ. ഇവിടെ ചെറിയ ഗ്രൂപ്പ് മീഥ് ഗ്രൂപ്പാണ്, അപ്പുറത്തെ സൈഡിലുള്ളത് ബ്യൂട്ടൈൻ ഗ്രൂപ്പാണ്, ബ്യൂട്ട് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇവന്റെ പേര് എന്തായിരിക്കും? മീതോക്സി ബ്യൂട്ടൈൻ എന്നായിരിക്കും. എന്താ പേര്? മീതോക്സി ബ്യൂട്ടൈൻ. ഇതിന് ഇനി ഒരു മെറ്റാമറിസം കാണിക്കണ്ടേ, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമർ വരച്ചു വെക്കണ്ടേ?
അതിനു വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും. ഓക്സിജനെ എഴുതി രണ്ട് സൈഡിലേക്കും ഓരോ ബോണ്ടുകളെ വരച്ച് വച്ച ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഒരു സൈഡിൽ 2 കാർബണും മറ്റൊരു സൈഡിൽ 3 കാർബണും വരയ്ക്കും ഞാൻ. ഒരു സൈഡിൽ 2 കാർബൺ മറ്റു സൈഡിൽ 3 കാർബൺ എന്നിട്ട് ഹൈഡ്രജൻ വച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത് ഞാൻ ഇവയെ എണ്ണുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. C5H10O എന്ന് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് നിങ്ങൾക്ക് ഒറ്റക്കിടാം, ചെറുതോക്സി വലുതെയിൻ ഈതോക്സി പ്രൊപ്പെയിൻ എന്നായിരിക്കും രണ്ടാമത്തേതിന്റെ പേര്. എന്നറിയുമ്പോൾ നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10ാമത്തെ ചോദ്യം പറയുന്നു, എ കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഒരു ചെമ്പ് തണ്ട് സിൽവർ നൈട്രേറ്റ് ലായനിയിൽ മുക്കി വച്ചിരിക്കുന്നു. സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ ദണ്ടിനെയാണ് മുക്കി വച്ചിരിക്കുന്നത്. നമുക്ക് 5ാമത്തെ പാഠത്തിലേക്ക് പോകാം, വൈദ്യുത രസതന്ത്രം. അവിടെ വച്ച് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങൾ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈഡിലായിട്ട് അത് എഴുതി വച്ചു തരാം. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സിൽവറിനേക്കാൾ കൂടുതൽ റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതൽ കോപ്പർ ആറ്റങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ക്രിയാശീലത്തിൽ വരുന്ന വ്യത്യാസം മൂലം, അതായത് റിയാക്ടിവിറ്റിയിൽ മാറ്റമുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ആൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെ ഡിസ്പ്ലേസ് ചെയ്യും, ചവിട്ടി പുറത്തിടും. അങ്ങനെയെങ്കിൽ കോപ്പർ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ മുക്കി വച്ചാൽ സിൽവറിനേക്കാൾ കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലം കൂടിയ കോപ്പർ സിൽവറിനെ അടിച്ച് പുറത്താക്കും, ഡിസ്പ്ലേസ്മെന്റ് നടക്കും. അതോടുകൂടി നമുക്ക് ലഭിക്കും CuNO3 ട്വൈസ് പ്ലസ് Ag എന്ന് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ചോദ്യം ചോദിക്കുന്നത് എന്താ നോക്കിയാലോ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കളർ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൊല്യൂഷൻ? ലായനിയുടെ നിറത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഇവിടെ AgNO3 Agയെ മാറ്റി കോപ്പർ വരുന്നതോട് കൂടി സൊല്യൂഷന്റെ കളർ ഉണ്ടല്ലോ, അത് നീല നിറമാവാൻ തുടങ്ങും. ദ കളർ ഓഫ് സൊല്യൂഷൻ ചേഞ്ചസ് ഇൻ ടു ബ്ലൂ. ലായനിയുടെ നിറം നീലയാകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? ഇവിടെ ഓക്സീകരിക്കപ്പെടുന്ന ലോഹം ഏതാണ്? ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ഒറ്റയ്ക്ക് നിൽക്കുന്ന കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. എന്നാൽ രാസപ്രവർത്തനത്തിന് ശേഷം കോപ്പർ നൈട്രേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഓക്സീകരണാവസ്ഥ +2 ആയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലൂസിങ് ഓഫ് ഇലക്ട്രോണ. നമ്മൾ ഓയിൽ റിഗ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്സീകരണം എന്നാൽ ഇലക്ട്രോണിനെ നഷ്ടമാകുന്നതാണ്. +2 മാറിയിട്ടുള്ള കോപ്പർ ആണിവിടെ ഓക്സീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക, കോപ്പർ ആണിവിടെ ഓക്സീകരിക്കപ്പെട്ടിരിക്കുന്ന ലോഹം. ഇനി നിരോക്സീകരിക്കപ്പെട്ടിരിക്കുന്നതാരാ? സിൽവർ ആയിരിക്കും എന്നും നിങ്ങൾ അറിയുക. 11ാമത്തെ ചോദ്യം കാണാം. Anor is selected from minerals. ധാതുക്കളിൽ നിന്നാണ് ഒരു അയിര് തിരഞ്ഞെടുക്കുന്നത്. Write any 4 qualities of a mineral which is used as ore to extract a metal. അയിരായി ഉപയോഗിക്കുന്ന ഒരു ധാതുവിന്റെ 4 സവിശേഷതകൾ എഴുതുക. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ പാഠം മെറ്റൽസ്, ലോഹങ്ങൾ പഠിച്ച നമ്മളോടോ ബാല? നമുക്കെല്ലാവർക്കും അറിയാം,
ഒരു ഓറിനെ തിരഞ്ഞെടുക്കുന്നത്, ഐറിനെ തിരഞ്ഞെടുക്കുന്നത് 4 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയായിരുന്നു അവ? ഒന്നാമത്തേത് സുലഭമായിരിക്കണം. പ്ലെന്റിലി അവൈലബിൾ. ഷുഡ് ബി പ്ലെന്റിലി അവൈലബിൾ. സുലഭമായിരിക്കണം. രണ്ടാമത്തേത് കുറഞ്ഞ ഉൽപാദന ചിലവ്. ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൂന്നാമത്തേത് ഹൈ മെറ്റാലിക് കണ്ടന്റ്. ഉയർന്ന ലോഹാംശം. നാലാമത്തത് എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയുന്നതായിരിക്കണം. കുഡ് ബി ഈസിലി എക്സ്ട്രാക്റ്റഡ്. ഇനി 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യത്തിന് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. 12ലെ എ പാർട്ട് നമ്മളോട് പറയുന്നു, സ്റ്റാർട്ടിങ് ഫ്രം ഈതൈൻ ഹൗ വിൽ യു പ്രൊഡ്യൂസ് ദ ഫോളോയിങ്. ഈതൈൻ ഉപയോഗിച്ച് താഴെ പറയുന്നവ എങ്ങനെ നിർമ്മിക്കും? എ ഈഥീൻ, ബി പോളി ഈഥീൻ, സി ക്ലോറോ ഈഥീൻ. പോളി ഈഥീൻ, ഈഥീൻ, ക്ലോറോ ഈഥീൻ 3 തന്നിരിക്കുന്നു. തുടങ്ങുന്ന ഇവിടെ നിന്ന് ഐനിൽ നിന്ന് സിംഗിൾ ബോണ്ട് എയിൻ, ഡബിൾ ബോണ്ട് ഈൻ, ട്രിപ്പിൾ ബോണ്ട് ഐൻ. അതായത് ത്രിബന്ധനമുള്ള മോളിക്യൂളിൽ നിന്നും ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂളിൽ നിന്നുമാണ് ഈഥീൻ, പോളി ഈഥീൻ, ക്ലോറോ ഈഥൈനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം തുടക്കക്കാരനെ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ എഴുതും. ഈതൈൻ, ഈതെന്ന് പറയുന്നത് 2 കാർബൺ ആറ്റങ്ങൾ ഉള്ളവരാ. അതുകൊണ്ട് 2 കാർബൺ ആറ്റം, അവയ്ക്കിടയിൽ ത്രിബന്ധനം. ബാക്കിയുള്ളവ ഹൈഡ്രജൻ വെച്ച് വാലൻസി 4 ആക്കി കൊടുക്കും. ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും ഈഥൈൻ. ഈഥൈനെ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഈഥീനെയാണ്. ഈഥീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രോജനേഷൻ എന്നുള്ളതാണ് ഉത്തരം. ഹൈഡ്രജൻ കൂട്ടിക്കൊടുക്കൽ. അങ്ങനെ ചെയ്താൽ നമുക്ക് ലഭിക്കും ഈഥീൻ. അതായത് ഈഥൈൻ പ്ലസ് H2 gives CH2 ഡബിൾ ബോണ്ട് CH2. അങ്ങനെ നമുക്ക് ലഭിക്കും ഈഥീൻ. എന്ത് കിട്ടും? ഈഥീൻ ലഭിക്കും. ബി പോളി ഈഥീൻ. പോളി ഈഥീൻ എന്ന് പറയുന്നത് ഒരു പോളിമറൈസേഷൻ പ്രൊഡക്റ്റാ. അതും അഡീഷൻ പോളിമറൈസേഷൻ പ്രൊഡക്റ്റാ. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് വച്ച് കഴിഞ്ഞാൽ ഒരു പോളിമറിനെ, അതായത് ഒരേ തന്മാത്രയെ വീണ്ടും 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 ആഡ് ചെയ്തുണ്ടാക്കുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം. n എണ്ണം ഈഥീനെ എടുക്കണം. എന്തിനെ എടുക്കണം? n എണ്ണം ഈഥീനെ എടുക്കണം. അതിനെ അഡീഷൻ പോളിമറൈസേഷന് വിധേയമാക്കണം. അപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും? നമുക്ക് അപ്പോൾ ലഭിക്കുന്ന ആളുടെ പേരായിരിക്കും പോളി ഈഥീൻ എന്ന് പറയുന്നത്. ഇവനെയാണ് നമ്മൾ നാട്ടുകാർ പറഞ്ഞ് പോളിത്തീനായി മാറിയത് എന്ന് നിങ്ങൾ അറിയുമ്പോൾ സി ക്വസ്റ്റ്യനിലേക്ക് ക്ലോറോ ഈഥൈൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് എയിൻ ആണ് എന്നുള്ളത് കൊണ്ട്, ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടാക്കാനാണ് എളുപ്പം എന്നും നമുക്ക് അറിയുന്നത് കൊണ്ട്, കാരണം നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 2ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇവിടെ ആദ്യം എടുക്കേണ്ടത് ഈഥൈനെ ആണ്. എന്തിനാണ്? ഈഥീനെയാണ്. ഈഥൈനെ ഈഥീനാക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി എഴുതണം കേട്ടോ. ആദ്യം ഇങ്ങനെ, അതിനുശേഷം ബാക്കി. ബി ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്തും എങ്ങനെ എഴുതാൻ പാടുള്ളൂ? ഇതിനെ ബാക്കിയായിട്ടേ താഴെയുള്ളതിന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഈ ഈഥീനെ എടുക്കുക. അതിലേക്ക് ക്ലോറോ ഈഥൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് പൊട്ടണം. അപ്പോൾ ബാക്കി സൈഡിലെ 2 കാർബണിനും വാലൻസി 4 ആയതുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ആളുകൾ വേണം. 2 ക്ലോറിൻ ആറ്റത്തെ എടുത്തു കഴിഞ്ഞാൽ ഡൈക്ലോറോ ഈഥൈൻ കിട്ടും. എനിക്ക് അതല്ല വേണ്ടത്, ഈഥൈൻ ആണ്. ക്ലോറോ ഈഥൈനാ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആൾ എന്ന് പറയുന്നത് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡാ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് CH3CH2Cl. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോ ഈഥൈൻ എന്ന് പറയുന്നത് എന്നറിയുമ്പോൾ
12ാമത്തെ ചോദ്യം ബി ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നാൽ എന്ത്? ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ എ കണ്ടൻസേഷൻ പോളിമർ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ഇറ്റ്സ് മോണോമർ. കണ്ടൻസേഷൻ പോളിമറിന് ഒരു ഉദാഹരണം എഴുതി അതിൻ്റെ മോണോമറുകളുടെ പേരുകൾ എഴുതുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി തൊട്ടടുത്ത സ്ലൈഡിൽ ഉദാഹരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നൈലോൺ 66 നൈലോൺ 66ൻ്റെ മോണോമറുകൾ എന്ന് പറയുന്നത് അഡിപിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമൈനും ആണ് എന്ന് നിങ്ങൾ അറിയുക. നമ്മൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനുള്ള ഉത്തരം ആദ്യം പറഞ്ഞു. ഇനി എ ക്വസ്റ്റ്യനിലേക്ക്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് in which different monomers combine together to form large compounds accompanied by removal of simple molecules. വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. അതോടുകൂടി 12 ബി തീർന്നു. 13 എ ക്വസ്റ്റ്യൻ. When a fixed mass of gas kept at a pressure of 2 atm is heated to a temperature of 77 degrees Celsius, its volume became 10 liters. What will be its volume when it is cooled to temperature of 7 degree at the same pressure? 2 ATM മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തെ 77 ഡിഗ്രി താപനിലയിലേക്ക് ചൂടാക്കിയപ്പോൾ അതിൻ്റെ വ്യാപ്തം 10 ലിറ്റർ ആയി മാറി. ഇതേ മർദ്ദത്തിൽ ഈ വാതകത്തെ 7 ഡിഗ്രി താപനിലയിലേക്ക് തണുപ്പിച്ചാൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കോൺസ്റ്റന്റ്, എന്ത് സ്ഥിരം ആണ് എന്നാണ്. മർദ്ദം സ്ഥിരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് സ്ഥിരമാണ്? മർദ്ദം സ്ഥിരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മർദ്ദം സ്ഥിരമായിട്ടുള്ള ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വാതക നിയമം. അത് ഏതായിരുന്നു? ബോയിൽ നിയമമായിരുന്നോ അത്? അല്ലേ? അല്ല, ചാൾസ് നിയമം ആയിരുന്നു അത്. ചാൾസ് നിയമം നമ്മളോട് പറഞ്ഞിരുന്നു ഒരു നിശ്ചിത മർദ്ദത്തിൽ at a constant pressure the volume of a gas is directly proportional to its temperature. ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിൻ്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. അതിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു ഇക്വേഷൻ ആണ് V1/T1 is equal to V2/T2 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെ എടുത്ത് എഴുതാം. പ്രഷർ എന്ന് പറയുന്നത് 2 ATM ആണ് എന്ന് ആദ്യം പറഞ്ഞു. കൂടാതെ ടെമ്പറേച്ചർ ആദ്യത്തിൽ 77 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ ഞാൻ T1 എന്നെടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ വോളിയം 10 ലിറ്റർ. അതിനെ ഞാൻ V1 എന്ന് വിളിച്ചു. V1 10 ലിറ്റർ. ഇനി ഇതേ മർദ്ദത്തിൽ തന്നെ ടെമ്പറേച്ചർ T2 എന്ന് ഞാൻ വിളിക്കുന്നു. 7 ഡിഗ്രി ആയപ്പോൾ അതിൻ്റെ വ്യാപ്തം വോളിയം എത്രയാണ് എന്നാണ് ചോദ്യം. V2 നമുക്ക് അറിയില്ല. നമ്മൾ ചാൾസ് നിയമത്തിൻ്റെ ഇക്വേഷൻ എടുക്കും. അതിനു മുൻപായിട്ട് ഈ ടെമ്പറേച്ചറുകൾ നൽകിയിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. അതിന് SI യൂണിറ്റ് ആയിട്ടുള്ള കെൽവിനിലേക്ക് മാറ്റുന്നതിനായി 273 കൂട്ടുന്നു. 273 കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കും എന്ത് കിട്ടും? 5350 കെൽവിൻ. T2 എന്ന് പറയുന്നത്
280 കെൽവിൻ എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് വിവരങ്ങൾ എടുത്തെഴുതും. V1 എന്ന് പറയുന്നത് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് ഇവിടെ 350 കെൽവിൻ ആകുന്നു. കെൽവിൻ എന്ന് ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നില്ല. ഈസ് ഈക്വൽ ടു എത്രയാ? V2. അതറിയാൻ പാടില്ല. V2നെ V2 ആയി നിലനിർത്തുന്നു ബൈ T2 നമുക്കറിയാം 280 കെൽവിനാണ്. ഈ 280നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. 280 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 350 ഇസ് ഈക്വൽ ടു V2. അതായത് 0 ക്യാൻസൽ. 280 ഡിവൈഡഡ് ബൈ 35 എന്ന് പറയുമ്പോൾ 8 തവണയായിരിക്കും 280-ൽ 35 ഉണ്ടായിരിക്കുക. ഉത്തരം കിട്ടും V2 എന്ന് പറയുന്നത് 8 ലിറ്റർ. എത്രയാണ്? 8 ലിറ്റർ എന്ന് ഉത്തരം ലഭിച്ച നമ്മൾ 14ാമത്തെ ചോദ്യത്തിലേക്ക്. The position of a metal M in periodic table is given below. M എന്ന ലോഹത്തിന്റെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം നൽകിയിരിക്കുന്നു. പീരിയഡ് 4, ഗ്രൂപ്പ് 11. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഗ്രൂപ്പ് 1 2 ആണെങ്കിൽ അവർ എസ് ബ്ലോക്ക് എന്നറിയപ്പെടും. 3 മുതൽ 12 വരെയാണെങ്കിൽ അവർ ഡി ബ്ലോക്ക് ആണ്. 13 മുതൽ 18 വരെയാണെങ്കിൽ അവർ പി ബ്ലോക്ക് ആണ് എന്നറിയാം. പറഞ്ഞതെന്താ? പീരിയഡ് 4 ആണ്, ഗ്രൂപ്പ് 11. അതുകൊണ്ട് ഗ്രൂപ്പ് 11 ആയതുകൊണ്ട് അത് ഡി ബ്ലോക്ക് മൂലകാണെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ച്, ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ച്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എം. എമ്മിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമ്മളോട് പീരിയഡും ഗ്രൂപ്പും മാത്രം തന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ? നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ 3ാം പാഠം പഠിച്ച കുട്ടികളാ. ഞങ്ങളോടോ ചോദ്യം? ഞങ്ങൾ പഠിച്ചവരാ, ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ ചെയ്യാ. പീരിയഡ് 4 ആയതുകൊണ്ട് അതിലെ അവസാനത്തെ ഷെല്ലല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഷെല്ല് എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലായിരിക്കും. എത്രയായിരിക്കും? ഞങ്ങളെല്ലാവരും 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാമത്തെ പാഠം പഠിച്ചോരാ. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഈ എമ്മിന്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സിമ്പിളായി എഴുതും. ഞങ്ങൾക്ക് പീരിയഡും ഗ്രൂപ്പും മതി സാറേ. പീരിയഡ് കണ്ടാൽ നമുക്കറിയാം പീരിയഡ് 4 ആയതുകൊണ്ട് ആ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും ഉയർന്ന ഷെല്ലിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരിക്കും. കൂടാതെ ഗ്രൂപ്പ് നമ്പർ 11 എന്ന് തന്നപ്പോൾ ഞങ്ങൾ ആദ്യമേ കണ്ടെത്തി വച്ചു ഡി ബ്ലോക്ക് മൂലകം ആണ്. ഡി ബ്ലോക്ക് മൂലകത്തിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തിരുന്നത് അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണങ്ങളെ തമ്മിൽ കൂട്ടിയാണ് ഞങ്ങൾ ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടെത്തിയിരുന്നത് സാറേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ 11 എന്ന് പറയുന്നത് ഈ എസിലെയും അവസാനത്തെ ഡിയിലേതും കൂട്ടിയതാ. ഇവിടുത്തെ ഏറ്റവും വലിയ ഷെല്ല് എന്ന് പറയുന്നത് 4 ആണ്. അതായത് 4s ഇലക്ട്രോണിന്റെ എണ്ണവും 3Dയിലെ ഇലക്ട്രോണിന്റെ എണ്ണവും കൂട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് 11 ലഭിച്ചത് സാറേ. ഞങ്ങൾ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇപ്പൊ എഴുതിത്തരാം. കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആറ്റോമിക് നമ്പറും ഞങ്ങൾ പറഞ്ഞു തരാം. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളവരാണ് നമ്മൾ 10ാം ക്ലാസ്സുകാർ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം സ്പൈറൽ വരച്ചു വെക്കും. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f. ഇനി നമ്മൾ ഇതിന്റെ ഓർഡർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെരിച്ച് വരച്ചു വെക്കും. ഇനി നമ്മൾ ഓർഡർ എഴുതി തുടങ്ങും. നമുക്കറിയാം അവസാനത്തെ 4sലെയും 3Dയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ 11 ലഭിക്കണം. ആദ്യത്തെ ഷെല്ലായിട്ടുള്ള 1s സബ് ഷെല്ല് 2 ഇലക്ട്രോൺ, 2s 2
3s2 സോറി 2p6 3s2 3p6 ഇവിടെ വരെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ കഴിയും. കാരണം 4sലും 3dയിലും ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ എഴുതും. പിന്നെ 4s 3d ഇവ രണ്ടും കൂട്ടിയാൽ 11 കിട്ടണം. നമുക്ക് എപ്പോഴും അറിയാം എസിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ ഡിയിൽ ഇലക്ട്രോണുകൾ നിറയാറുള്ളൂ. അതായത് എസിൽ 2 ഇലക്ട്രോണുകൾ പരമാവധി കൊള്ളും, 2 എണ്ണം കൊള്ളിക്കും. ബാക്കിയായിട്ട് ഡിയിൽ എത്ര എണ്ണം ബാക്കി ഉണ്ടാവണം? 9 എണ്ണം ബാക്കി ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ എഴുതി വെക്കുമ്പോ തെറ്റാണ് എന്നും നമ്മൾ അതേ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കാരണം ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകളോ അല്ലെങ്കിൽ 5 ഇലക്ട്രോണുകളോ ആകുമ്പോൾ ആ സബ് ഷെല്ലിന് സ്ഥിരത കൂടുതൽ ആയിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതും സാറേ. 1s2 2s2 2p6 3s2 3p6 4s1 3d10 എന്നെഴുതിയാൽ നിങ്ങൾക്ക് ലഭിക്കും 1 മാർക്ക്. നിങ്ങളെ എക്സാം പേപ്പർ നോക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. തൊട്ട മുൻപുള്ള ഇനേർട്ട് ഗ്യാസിന്, നോബിൾ ഗ്യാസിന് വച്ചിട്ടൊരു റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ എഴുതി വെക്കുമ്പോൾ ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവനെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവനെ, ആൻസർ ഷീറ്റ് നോക്കുന്നവനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എ ചോദ്യം തീർത്തിരിക്കുന്നു. ബി ചോദ്യത്തിലേക്ക്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് M+ ആൻഡ് M2+. M+, M2+ എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ചാർജ് ആവലെപ്പോഴാ? ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുമ്പോ. അപ്പൊ M+ ആവും എപ്പോഴായിരിക്കും? ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുമ്പോ. M2+ ആവലോ 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. M+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതായിരിക്കും. എസിൽ നിന്നായിരിക്കും ആ ഇലക്ട്രോൺ പോകുന്നത്. അതോടുകൂടി 4sൽ 0 ആയിരിക്കും. അതായത് AR 3d10 4s0. ഇനി M2+നാണെങ്കിലോ എസിൽ ഇനി ഇലക്ട്രോണുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തൊട്ടുള്ളിലുള്ള സബ്ഷെല്ലിൽ നിന്നും ഡിയിൽ നിന്നും ഇലക്ട്രോൺ പോകും. അതേതായിരിക്കും അപ്പോൾ കിട്ടുക? AR 3d9 എന്നായിരിക്കും M2+ന്റെ ഇലക്ട്രോൺ വിന്യാസം എന്നറിയുമ്പോൾ നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക്. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. സിംപിൾസ് ആർ നോട്ട് റിയൽ. ചില മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങൾ നൽകിയിരിക്കുന്നു, പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. എയുടെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6. ബിയുടേത് 1s2 2s2 2p6 3s2 3p6 3d5 4s2. സിയുടേത് 1s2 2s2 2p6. ഡിയുടേത് 1s2 2s2 2p6 3s2 3p6 3d8 4s2. A ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ which of them belongs to same period? ഇവയിൽ ഒരേ പീരിയഡിൽ ഉൾപ്പെടുന്നവ ഏവ? കണ്ടുപിടിക്കാൻ എളുപ്പമാ. പീരിയഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉയർന്ന ഷെല്ലിന്റെ എണ്ണമായിരിക്കും പീരിയഡിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് എയുടെ പീരിയഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ബിയുടേത് എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. സിയുടേത് പറയുമ്പോൾ 2 ആയിരിക്കും. ഡിയുടെ പീരിയഡ് എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബി ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് ദ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് ഓഫ് ബി. ബിയുടെ ഗ്രൂപ്പും പീരിയഡും എഴുതുക. ബി എന്ന മൂലകത്തിന്റെ ഗ്രൂപ്പും പീരിയഡും അല്ലേ? പീരിയഡ് നമ്മളെ ആദ്യം കണ്ടുപിടിച്ചു. എത്രയാണ് പീരിയഡ്? പീരിയഡ് ഇസ് ഈക്വൽ ടു 4. ഗ്രൂപ്പ് കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതാദ്യം ഏത് ബ്ലോക്കിൽ പെട്ടവനാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇവന്റെ ബ്ലോക്ക് ഏതാ? ഡി ആണ്. കാരണം അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് ഡി സബ്ഷെല്ലിൽ ആണ്. ബ്ലോക്ക് ഡി ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം. അവന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും തൊട്ടുള്ളിലുള്ള 3D സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടിക്കൊടുക്കണം. അതായത് ഗ്രൂപ്പ് കണ്ടെത്താൻ ഞാൻ ചെയ്യേണ്ടത് അവസാനത്തെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ
തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ കൂട്ടിയാൽ എനിക്ക് ലഭിക്കും 7. ഉത്തരം ബിയുടെ ഉത്തരം പീരിയഡ് 4 ഗ്രൂപ്പ് 7 ആയിരിക്കും എന്നറിയുമ്പോൾ സി ക്വസ്റ്റ്യനിലേക്ക് സെലക്ട് ദ element which belongs to the same group of A. എയുടെ അതേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകം ഏത്? എയുടെ ഗ്രൂപ്പ് എത്രയാന്ന് ആദ്യം കണ്ടുപിടിച്ചേക്കാം. പി ബ്ലോക്ക് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിലേക്ക് 12 ചേർത്ത് കൊടുക്കുക. ഇവിടെ അവസാനത്തെ പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണുള്ളത്. അതിലേക്ക് ഞാൻ 12 കൂട്ടിയാൽ എനിക്ക് കിട്ടും 18ാം ഗ്രൂപ്പ് മൂലകം ആയിരിക്കും അവ. അതോടുകൂടി 15ാമത്തെ ചോദ്യം തീർത്ത് 16ാമത്തെ ചോദ്യത്തിലേക്ക്. 16ാമത്തെ ചോദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അയാളുടെ പേര് അബിൻ ഒ എന്നാണ്. എൻ്റെ സ്വന്തം അനിയനാണ്. ആള് നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് ഫോമുകളോട് കൂടി 16ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായി എടുക്കുക 17ാമത്തെ ചോദ്യമായിരിക്കും. സി യു ഓൺ ദ 17th ക്വസ്റ്റ്യൻ. ഗൈസ്, ഞാനാണ് അബിൻ. അപ്പം നമുക്ക് അധികം വർത്തമാനം പറയാതെ, കാരണം അത് ആൻസർ കീ ഡിസ്കഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ 2 ഗാൽവാനിക് സെൽ നൽകിയിട്ടുണ്ട്. ഇതാണ് മലയാളികളുടെ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷുകാരുടെ ക്വസ്റ്റ്യന് 2 ഗാൽവാനിക് സെൽസ് ആർ ഗിവൺ. ഫസ്റ്റത്തെ ഗാൽവാനിക് സെല്ല് മഗ്നീഷ്യം കോപ്പർ ഗാൽവാനിക് സെല്ല്. രണ്ടാമത്തെ ഗാൽവാനിക് സെല്ല് സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ല്. റെഡി അല്ലേ? ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ കൂടി വായിക്കാം. ആദ്യം ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാം, ഇങ്ങോട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാരണം നമ്മൾ കാണാതെ പോവാം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അപ്പോൾ 2 പ്രാവശ്യത്തെ വായന ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം നമ്മൾ ആദ്യം വായിച്ച് പിന്നെയും ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഇൻ ദ ഫസ്റ്റ് സെൽ. ഒന്നാമത്തെ സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ എഴുതുക. സി പാർട്ട് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ഓഫ് ദ സെൽ 2. രണ്ടാമത്തെ സെല്ലിൽ. അപ്പം ഈ മലയാളികൾക്ക് വേണ്ടി രണ്ടാമത്തെ സെല്ലിൻ്റെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ 2 ഗാൽവാനിക് സെല്ലിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് കൂടുതൽ വോൾട്ടേജ് നൽകാമെന്ന് വെച്ചാൽ, ഈ 2 ഗാൽവാനിക് സെല്ലിൽ കൂടുതൽ വോൾട്ടേജ് ഏതാ തരിക? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തറിയണം? അതായത് നമുക്ക് എല്ലാവർക്കും എന്തറിയണം? എന്തായാലും റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി അറിയണം. അതറിയാതെ മക്കൾക്ക് അത് എഴുതാൻ കഴിയൂല അല്ലേ? അപ്പോൾ നമുക്ക് ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കാം. അയ്യോ, ഇതെങ്ങനെ കാണാതെ പഠിക്കും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു കോഡ് ഭാഷ സെറ്റാക്കിയിട്ടുണ്ട്. കോഡ് ഭാഷ ആദ്യം കേട്ടോളി. KNA ഖാദറിൻ്റെ മകൾ സെൻഫെനി SN പഞ്ചാബ് ഹൈവേയിൽ കൂടെ ഹഗ്ഗാക്കി ഓറ കളഞ്ഞു. കുറച്ച് ജെൻസിയൊക്കെ കൂട്ടിച്ചേർത്തി ആണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇതാ കേട്ടോളി മക്കളെ, നമുക്ക് എഴുതാം. KNA ഖാദറിൻ്റെ മകൾ എന്നല്ലേ? KNA. അപ്പം തന്നെ നമുക്ക് 2 ആൾക്കാരെ കിട്ടി. ഖാദർ, ആ ഖാദറിൻ്റെ കെ അല്ല, പക്ഷെ CA ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാൽഷ്യത്തിന്. ഖാദറിൻ്റെ മകൾ സെൻഫെനി SN പഞ്ചാബ് ഹൈവേയിൽ കൂടെ ഹഗ് HG ആക്കി ഓറ കളഞ്ഞു. ഇതിൽ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം. K ആരാടാ? പൊട്ടാസ്യം. NA ആരാ? സോഡിയം. CA ആരാ? കാൽഷ്യം. MG ആരാ? മഗ്നീഷ്യം. ZN സിങ്ക്. FE അയൺ. NI നിക്കൽ. SN ആരാ? ടിന്നോ ലെഡോ. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ടിന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക? ഇതാ ടിന്ന്, TIN. ടിന്നിൽ N ഉണ്ട്, SNലും N ഉണ്ട്. അപ്പം ഓനാരാ? ടിന്ന്. അപ്പം ടിന്ന് അല്ലെങ്കിൽ മറ്റോൻ ലെഡ്, PB ലെഡ്. H എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ. CU കോപ്പർ. CU കഴിഞ്ഞാൽ HG ആരാ? HG ആരാടാ? നമുക്കറിയാം, അത് മെർക്കുറിയാണ്. മെർക്കുറി.
എ ജി സിൽവറോ ഗോൾഡോ? ജി ഇല്ലാത്ത ആൾ സിൽവർ, ജി ഉള്ള ആൾ ഗോൾഡ്. അപ്പം എ ജി സിൽവർ, എ യു ഗോൾഡ്. അപ്പോൾ ക്രിയാശീല ശ്രേണി നമ്മൾ പഠിക്കുക. കെ എൻ എ ഖാദറിൻ്റെ മകൾ സിൻഫെനി എസ് എൻ പഞ്ചാബ് ഹൈവേയിൽ കൂടെ ഹഗ്ഗാക്കി ഓറ കളഞ്ഞു. കെ എൻ എ ഖാദറിൻ്റെ മകൾ സിൻഫെനി എസ് എൻ പഞ്ചാബ് ഹൈവേയിൽ കൂടെ ഹഗ് ആക്കി ഓറ കളഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോകാം. ഏതാണ് കൂടുതൽ വോൾട്ടേജ് വരിക? എം ജി സി യു ആണോ സെഡ് എൻ സി യു ആണോ? നമുക്കറിയാം ഇവിടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് കാഥോഡ്, റിയാക്ടിവിറ്റി കൂടിയ ആളാണ് എന്ത്? ആനോഡ്. അപ്പം എം ജി സി യു സെല്ലിൽ ആനോഡ് ആരാ? നമുക്ക് ക്രിയാശീല ശ്രേണി നോക്കാം, അഥവാ റിയാക്ടിവിറ്റി സീരീസ് നോക്കാം. അതിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറാണ്, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എം ജി ആണ്. അപ്പം അതിലെ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാ? എം ജി ആണ് അല്ലേ? എം ജി ആണ് അതിലെ ആനോഡ്. ഇനി സിങ്ക് സി യു സെല്ലിൽ ആരാ ആനോഡ്? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആരാ? സി യു. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആരാ? സെഡ് എൻ. അപ്പോൾ ഇവനാണ് ആര്? അവിടെ ആനോഡ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തും ആര് സെയിമാ? കാഥോഡ് സെയിമാ. അപ്പോൾ ഓനെ നോക്കണ്ട, ഇനി ആനോഡിനെ നോക്കുക. ആനോഡിൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാവും കൂടുതൽ വോൾട്ടേജ് തരിക. ആനോഡിൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് എന്ത് തരിക? കൂടുതൽ വോൾട്ടേജ് തരിക. കിട്ടിയില്ലേ? അത് നമുക്ക് നോക്കാം. നമുക്ക് എം ജി ഉണ്ട്, സെഡ് എനും ഉണ്ട് ആനോഡായിട്ട്. ക്രിയാശീല ശ്രേണി നമ്മൾ ഹൈഡ്രജനാണ് സ്റ്റാൻഡേർഡ് മെഷറാക്കി എടുക്കൽ. അപ്പം ഹൈഡ്രജന് മേലോട്ട് കൂടുതൽ ദൂരമുള്ള ആർക്കാ? എം ജിക്കാ. അപ്പം ഇവനാണ് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ. കിട്ടിയില്ലേ? അപ്പം എം ജി കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ. അപ്പം കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള, കുറച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാ? സെഡ് എൻ. അപ്പം ഇതിന് നമുക്ക് മനസ്സിലായി എം ജിക്കാണ് കൂടുതൽ വോൾട്ടേജ് തരാനുള്ള കഴിവുള്ളത്. കൂടുതൽ റിയാക്ടിവിറ്റി തരുന്നതുകൊണ്ട് കൂടുതൽ വോൾട്ടേജും തരിക എം ജി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഉത്തരം, വിച്ച് ഓഫ് ദം വിൽ ഗീവ് ഹയർ വോൾട്ടേജ്? MgCu galvanic cell will give higher voltage. Why? Because of high reactivity of Mg in the reactivity series. മലയാളികൾക്ക് ഇവയിൽ ഏതാണ് കൂടുതൽ വോൾട്ടേജ് നൽകുന്നത്? എന്തുകൊണ്ട്? MgCu ഗാൽവാനിക് സെല്ലാണ് കൂടുതൽ വോൾട്ടേജ് നൽകുന്നത്. അതിന് കാരണം മഗ്നീഷ്യത്തിൻ്റെ കൂടുതലായിട്ടുള്ള ക്രിയാശീലം കാരണമായതുകൊണ്ടാണ്. സെറ്റല്ലേ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഇൻ ദ ഫസ്റ്റ് സെൽ. രണ്ടാമത്തെ സെല്ലിൻ്റെ ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ എഴുതുക. ഇലക്ട്രോൺ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടാടാ? എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് ഇലക്ട്രോൺ പോവുക. അപ്പോൾ നിങ്ങൾ കോഡാക്കി പഠിച്ചു വെക്കുക. AC ഇലക്ട്രോൺ ഫ്ലോൻ്റെ ദിശ, ഇലക്ട്രോണിൻ്റെ ദിശ AC ആനോഡിൽ നിന്ന് കാഥോഡിക്കാണ്. ഒന്നാമത്തെ സെല്ലിൻ്റെ ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സെല്ലാരാ? MgCu സെല്ലാ. ഇവൻ്റെ ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ ഞാൻ പറഞ്ഞു, ആനോഡ് Mg ആണ്, കാഥോഡ് Cu ആണ്. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് ഇലക്ട്രോൺ പോവുക. റെഡിയല്ലേ? അപ്പം ഇലക്ട്രോൺ ഫ്ലോ അല്ല, ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫസ്റ്റ് സെല്ലിൻ്റെ ആയതുകൊണ്ട് ഫ്രം ആനോഡ് ടു കാഥോഡ്, ആനോഡിൽ നിന്ന് കാഥോഡ്. അപ്പോൾ നമ്മൾ പറയും മഗ്നീഷ്യത്തിൽ നിന്ന് കോപ്പറിലോട്ട്. അപ്പം ഫ്രം മഗ്നീഷ്യം ടു കോപ്പർ. സെറ്റല്ലേ? സി പാർട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ഓഫ് ദ സെൽ 2. രണ്ടാമത്തെ സെല്ലാരാ? ZnCu സെല്ലാ. ഇവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇവന് ശരിക്കും ഒരു പേരും കൂടി ഉണ്ട്, ഡാനിയൽസ് എന്ന്. നിങ്ങൾ പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഇവ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ ഉണ്ടാവുന്ന ആനോഡിലുള്ള റിയാക്ഷൻ ഞാൻ പറഞ്ഞ്, ഇതിൽ ആനോഡ് എന്ന് പറഞ്ഞാൽ സിങ്കാ, ഇതിൽ കാഥോഡ് എന്ന് പറഞ്ഞാൽ കോപ്പറാ. ആനോഡിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ, ആനോഡ് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാണ്. ഇലക്ട്രോൺ എനിക്ക് വേണ്ട എടുത്തോ എന്ന് പറഞ്ഞ ആളാണ് അല്ലേ? അപ്പം ആനോഡിൽ സിങ്ക് എന്തായി മാറും? സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ കൊടുക്കും. അതെന്താ സിങ്ക് 2 ഇലക്ട്രോൺ കൊടുക്കുന്നത്? സിങ്ക് പൊതുവെ കൊടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2. കാണാൻ പഠിച്ചോളി. നമുക്ക് ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഈ പാർട്ട് ക്വസ്റ്റ്യൻ, റെഡോക്സ് റിയാക്ഷൻ ഇൻ എ സെൽ ഈസ് ഗിവൺ ബിലോ. ഒരു സെല്ലിൻ്റെ റെഡോക്സ് പ്രവർത്തനം താഴെ നൽകിയിട്ടുണ്ട്. റിയാക്ഷൻ വായിച്ചോളി. Mg + 2Ag + gives Mg2 + 2Ag. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്? അതൊന്നും നമ്മളോട് ചോദിച്ചില്ല, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്? AP എന്ന് പഠിച്ചേക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയി മാറുന്ന ആളാണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയി മാറുന്ന ആളാണ്. അപ്പം ഇവിടെ എം ജി പോസിറ്റീവ് ആയി മാറിക്കല്ലേ, അപ്പം Mg ആണ് ഇവിടെ ആനോഡ്. ഇനി 2Ag പ്ലസ് ബിക്കം 2Ag. ഇവ ആനോഡ് ആയതുകൊണ്ട് Ag+ എന്തായാലും ആരാ? കാഥോഡാ. അപ്പോൾ പഠിച്ചില്ലേ, ആനോഡ് Mgയും കാഥോഡ് ആരുമാണ്? Agയുമാണ്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദിസ് സെൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മളോടൊരു ഗാൽവാനിക് സെല്ലിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് ഗാൽവാനിക് സെല്ലിന് ആദ്യം, അതായത് ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്ത് വേണം? 2 ബീക്കർ വേണം. 2 ബീക്കർ വരച്ച് അവന്മാരുടെ ഇടയിൽ എന്ത്? ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഉപ്പ് പാലം, സാൾട്ട് ബ്രിഡ്ജ്. ഇവൻ എന്തിനാ? കറണ്ട് പോണത് ഉറപ്പ് വരുത്താൻ വേണ്ടി. അത് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും എപ്പോഴോ ഒന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടാവുമല്ലോ. ഇനി ഇതിൽ ആനോഡാണ് ലെഫ്റ്റ് സൈഡിൽ, കാഥോഡാണ് റൈറ്റ് സൈഡിൽ. ഇത് രണ്ടും ഒരേ വലിപ്പമായ കുറച്ചുകൂടി നന്ന്. ആനോഡാണ് ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ ഇവൻ ആനോഡ്, ഇവൻ എന്ത്? കാഥോഡ്. റെഡിയല്ലേ? ഇനി ഇവരുടെ ഇടയിൽ ഒരു വോൾട്ട് മീറ്റർ. അതെന്തിനാ? വോൾട്ടേജ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. ഗാൽവാനിക് സെല്ലിൻ്റെ യൂസ് നമ്മൾ ഓർക്കുക. എന്ത്? കെമിക്കൽ എനർജി എന്താക്കി മാറ്റുക? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പം അവിടെ കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു വോൾട്ട് ബ്രിഡ്ജ്. ഇനി ഇവിടെ ആനോഡിൽ ആരാ? നമുക്കറിയാം Mg ആണ് ആനോഡ്. കാഥോഡിൽ ആരാ? നമുക്കറിയാം Ag ആണ് കാഥോഡ്. ഇനി ഇവലൊരു സൊല്യൂഷനിൽ മുക്കി വെക്കും. പൊതുവേ സൾഫേറ്റ്, അതിൻ്റെ അതായത് Mg മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ Ag സൾഫേറ്റ്. ഇല്ല, Ag സൾഫേറ്റ് ഇല്ല, Ag2 സൾഫേറ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ ഉണ്ടാവുന്ന സൾഫേറ്റ് സൊല്യൂഷൻ ഏതാണെന്ന് അറിയണം. MgSO4 ആണ് മഗ്നീഷ്യത്തിൻ്റെ സൈഡിൽ. Agൻ്റെ സൈഡിൽ Ag2SO4 ആണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം SO4 എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഒറ്റക്ക് നിൽക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താ പറയുക? SO4 2- എന്നുള്ള അവസ്ഥ. അവൻ നെഗറ്റീവ് അടിച്ചിരിക്കുക. ഇനി Mg എന്ന് പറഞ്ഞ ആളില്ലേ, നമുക്കറിയാം 2 ഇലക്ട്രോൺ കൊടുക്കണ ആളാണ്. 2 ഇലക്ട്രോൺ കൊടുക്കണ ആളാണ് അല്ലേ? അതായത് കൊടുക്കുകയാണെങ്കിലും വാങ്ങണമെങ്കിലും 2 എണ്ണം. അതാണ് അവൻ്റെ ശൈലി അല്ലേ? രണ്ട് കാൽമേ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പം SO4 2-, ഓൻ ഈ 2 ഇലക്ട്രോൺ വാങ്ങിയാണ്ടില്ലേ MgSO4 ആവും. അത് Mgൻ്റെ കാര്യം ക്ലിയറായി. ഇനി നമുക്ക് Agൻ്റെ കാര്യം പറയണം. Ag എന്ന് പറഞ്ഞ ആളിന് ഒരു ഇലക്ട്രോണാണ് ഓൻ്റെ വാലൻസി. ഒരു ഇലക്ട്രോണാണ്, ഒന്നാണ് അവൻ്റെ വാലൻസി. അപ്പോൾ കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒന്നാണ് അവൻ്റെ ശൈലി. ഇനി SO4 പറഞ്ഞാൽ അത്രേ 2-. അപ്പോൾ അവന് 2 എണ്ണം വേണം. അപ്പം ഓന് 2 ഇലക്ട്രോൺ വേണം, പക്ഷേ Agക്ക് 1 കൊടുക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? 2 Ag കൂടി സഹായിക്കും. അപ്പം വീട്ടിൽ ഉമ്മാനെ സഹായിക്കാൻ കഴിവുള്ളവനുണ്ടാവും, കഴിവില്ലാത്തവനും ഉണ്ടാവും. കഴിവില്ലാത്തവനുണ്ടാവുമ്പോൾ എന്താ? കുറേ ആൾക്കാർ കൂടി സഹായിക്കും. കഴിവുള്ളവനുണ്ടാവുമ്പോൾ എന്താ? ഒറ്റ ആൾ കൂടി സഹായിക്കും. അത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടുണ്ടാവുന്ന കാര്യമാണ്. പെൺകുട്ടികൾ വീട്ടുണ്ടാകുമ്പോൾ മുഴുവൻ കാര്യത്തിനും സഹായിക്കും. ആൺകുട്ടികൾ വീട്ടുണ്ടാകുമ്പോൾ കുറച്ചേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ കുറേ ആൺകുട്ടികൾ വേണ്ടിയിട്ട് സഹായിക്കാൻ. അതേമാതിരിയാണ് ഇവിടെ അവസ്ഥ. Ag 1 ഇലക്ട്രോണേ കൊടുക്കുകയുള്ളൂ. സൾഫറിനാണെങ്കിൽ 2 എണ്ണം വേണം. ഉമ്മാക്ക് കുറേ സഹായം വേണം, പക്ഷേ ആൺകുട്ടി ഒരു സഹായം ചെയ്യുകയുള്ളൂ. അതാണ് ഇവിടെ അവസ്ഥ. അപ്പം Ag 2 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 സഹായം കിട്ടൂലേ? അപ്പം Ag 2 എണ്ണമാവും, ആൺകുട്ടികൾ 2 എണ്ണമാവും. Ag2SO4. അപ്പോൾ നമുക്ക് അതിലെ A പാർട്ട് ക്വസ്റ്റ്യൻ്റെ 2 മാർക്ക് സ്കോർ ചെയ്തില്ലേ? ഇനി B പാർട്ട് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദിസ് സെൽ. ഈ സെല്ലിൻ്റെ വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ അടയാളപ്പെടുത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ കറണ്ട് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതുക? ഐ ആയിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്യുക.
ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എതിരെ പോണ ആളാണ്. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? നമുക്കറിയാം ആനോഡിന്ന് ആനോഡിന്ന് കാഥോഡിക്കാണ് എന്ത് ഇലക്ട്രോൺ പോണത്. പേജ് പോയി. ഇലക്ട്രോൺ പോണത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് എതിരെ പോണ ആളാണ്. ഇവിടുന്ന് നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ, ആനോഡിന്ന് കാഥോഡിക്കാ. അപ്പോൾ കറണ്ട് എങ്ങോട്ടാ? കാഥോഡിന്ന് ആനോഡിക്കാ. അപ്പം ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിൻ്റെ അല്ലെങ്കിൽ വൈദ്യുതിയുടെ ദിശ എവിടുന്ന് എങ്ങോട്ടാ? കാഥോഡിന്ന് ആനോഡിക്കാ. അപ്പോൾ നിങ്ങൾ കറണ്ടിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ പോരെ. ഈ ഇലക്ട്രോണിനെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മായ്ച്ചു കളയാണ്. കറണ്ട് ഐ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് സെറ്റല്ലേ? അപ്പോൾ സെറ്റ്. 16ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതോടുകൂടി ഈ ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ടിപ്സോ ട്രിക്സോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ ഒപ്പമുള്ള ആൾക്കാർക്കും ഇത് പിന്നെ അറിവാണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകാർ തന്നെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആർക്കും കാണാം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം ആളിലോട്ട് എത്തട്ടെ. പഠിക്കുക. അപ്പം ആൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ. I'm back with the 17th question. 2 graphs regarding the volume of a gas kept at constant pressure and temperature are given. സ്ഥിരമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തത്തെ സംബന്ധിച്ച 2 ഗ്രാഫുകൾ നൽകിയിരിക്കുന്നു. 2 ഗ്രാഫുകൾ ഇതാ എയും ബിയും ആകുന്നു. എ ചോദ്യം പരിശോധിക്കും. Which of those graphs illustrate Avogadro's law? ഇവയിൽ ഏത് ഗ്രാഫാണ് അവോഗാഡ്രോ നിയമത്തെ സൂചിപ്പിക്കുന്നത്? അവോഗാഡ്രോ നിയമം നമ്മളോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഒരു സ്ഥിര മർദ്ദത്തിലും താപനിലയിലും ഒരു വാതകത്തിന്റെ വ്യാപ്തം, ദ വോളിയം ഓഫ് എ ഗ്യാസ് will be directly proportional to the number of moles. അതായത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ മോളുകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് നമ്മളോട് അവോഗാഡ്രോ നിയമം പറഞ്ഞു. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഗ്രാഫ് ബി ആയിരിക്കും അതിൻ്റെ ശരി ഉത്തരം. വിച്ച് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഏത് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗ്രാഫ് ബി ആണ് അവോഗാഡ്രോ ലോ പറയുന്നത്. അവോഗാഡ്രോ നിയമം പറയുന്നത് ഗ്രാഫ് ബി ആകുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ. അവോഗാഡ്രോ നിയമം പ്രസ്താവിക്കുക. സ്റ്റേറ്റ് അവോഗാഡ്രോസ് ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. സി ക്വസ്റ്റ്യനിലേക്ക്. ഇഫ് ദ വോളിയം ഓഫ് 20 moles ഓഫ് ഗ്യാസ് kept at a fixed temperature and pressure is 640 liters, what is the volume of 5 moles of gas kept at the same temperature and pressure? ഒരു നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 20 മോൾ വാതകത്തിന്റെ വ്യാപ്തം 640 ലിറ്റർ ആണെങ്കിൽ ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 5 മോൾ വാതകത്തിന്റെ വ്യാപ്തം എത്ര? അവോഗാഡ്രോ നിയമത്തിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. V1/N1 സമം V2/N2. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെ എടുത്തെഴുതാം. വോളിയം ഓഫ് 20 മോൾസ് ഓഫ് ഗ്യാസ്, അതായത് N1 എന്ന് പറയുന്നത് 20 മോൾ ആയിരിക്കും. എത്രയാ ബാക്കി പറഞ്ഞത്? പ്രഷറും ടെമ്പറേച്ചറും തുല്യമാകുമ്പോൾ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത് 640 ലിറ്റർ ആണ് എന്നും പറയുന്നു. പിന്നെ പറയുന്നു ഇതേ താപനിലയിലും മർദ്ദത്തിലും സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും 5 മോളിന്റെ വോളിയം എത്ര? അതായത് N2 എന്ന് പറയുന്നത് 5 മോൾസ് ആകുമ്പോൾ വോളിയം എത്ര എന്നാണ് ചോദ്യം. ഈ വാല്യൂസ് അറിയുന്നതിനെ നമ്മൾ ഇതാ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 640 ഡിവൈഡഡ് ബൈ 20, 640/20 സമം V2/5
ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടും V2 സമം 5 × 640/20. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 5നെയും 20നെയും നമുക്ക് സിമ്പിളായിട്ട് ക്യാൻസൽ ചെയ്യാം. 4 64 ÷ 4 എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൽ നിന്നും 6ൽ 4 ഒരു വട്ടം, ബാക്കി 2, 24ൽ 4 6 വട്ടം. എനിക്ക് ഉത്തരം കിട്ടും 160 ലിറ്റർ എന്ന്. അപ്പോൾ ഉത്തരം 160 ലിറ്റർ. ഇനി 18ാമത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക്. 18ാമത്തെ ചോദ്യവും A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് A ക്വസ്റ്റ്യൻ. The atomic mass of carbon is 12 and that of oxygen is 16. കാർബണിന്റെ അറ്റോമിക മാസ് 12ഉം ഓക്സിജന്റെ അറ്റോമിക മാസ് 16ഉം ആണ്. A ക്വസ്റ്റ്യൻ പറയുന്നു ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് കണ്ടെത്തുക. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബണും 2 ഓക്സിജനുമാണുള്ളത്. അതിൽ ഒരു കാർബണിന്റെ മാസ് 12ഉം ഒരു ഓക്സിജന്റെ മാസ് 16ഉമാണ്. ഇതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 12 പ്ലസ് 2 ഓക്സിജന്റെ 2 × 16 ആയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടും 44 ഗ്രാം എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. 44 ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 880 gram of carbon dioxide kept at STP? STPയിൽ സൂക്ഷിച്ചിട്ടുള്ള 880 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 440. എളുപ്പത്തിൽ വ്യാപ്തം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതും STPയിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മോള് തന്മാത്രയ്ക്ക് STPയിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളുകൾ ഉണ്ട്, എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടെത്താൻ സാധിക്കും എന്ന് നിങ്ങൾ അറിയുക. മോളുകളുടെ എണ്ണം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇവിടെ തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് 880, മോളാർ മാസ് 44. അപ്പോൾ എനിക്ക് കിട്ടും 20 മോൾ. എത്ര? 20 മോൾ എന്ന് ലഭിക്കും. ഒരു മോളിന് 22.4 ലിറ്റർ ആണ് എങ്കിൽ 20 മോളുകൾക്ക് 22.4 × 20 ആയിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും 448 ലിറ്റർ. എത്രയാണ്? 448 ലിറ്റർ. സി ക്വസ്റ്റ്യനിലേക്ക്. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 440 ഗ്രാം ഓഫ് CO2? 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര തന്മാത്രകൾ ഉണ്ട്? ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര എത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6.022 × 10⁻23 തന്മാത്രകൾ, മോളിക്യൂൾസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് 440 ഗ്രാമിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്നല്ലേ. കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ച അതേ മെത്തേഡ് ഉപയോഗിക്കാം. ആദ്യം എത്ര മോളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുക. അതിനെ അവോഗാഡ്രോ നമ്പറുമായിട്ട് ഗുണിച്ചാൽ, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് കണ്ടെത്താം. അതിനാൽ 440 തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസ് നമുക്ക് പറഞ്ഞു തരും. മോളുകളുടെ എണ്ണം എത്രയായിരിക്കും? 10 മോൾ തന്മാത്രകളിൽ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 10 Na എന്ന് നമ്മൾ പറയും.
അല്ലെങ്കിൽ 10 × 6.022 × 10⁻23 എന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം 60.22 × 10⁻23, അല്ല എങ്കിൽ 6.022 × 10⁻24 എന്ന് ഉത്തരം ലഭിക്കും. ഡി ക്വസ്റ്റ്യനിലേക്ക്, ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് 88 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കാൻ എത്ര ഗ്രാം കാർബൺ കത്തിക്കണം? നിങ്ങൾ എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിന്റെ ഇക്വേഷൻ എഴുതുക. C+O2 gives CO2. 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും കൂടി ചേർന്നാണ് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ ആവശ്യമായ കാർബണിന്റെ അളവാണ്. 44ഉം 88ഉം തമ്മിൽ ഒറ്റയടിക്കൊരു ബന്ധം കണ്ടെത്താം. 44നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് 88. അതിനാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം 24 ഗ്രാം കാർബൺ ആയിരിക്കും നമുക്ക് ആവശ്യം. എത്ര ഗ്രാം ആയിരിക്കും? 24 ഗ്രാം കാർബൺ ആയിരിക്കും. കാരണം എന്താ? ഇൻറ്റു 2 ചെയ്താൽ മതി. എത്ര ഗ്രാം ഓക്സിജൻ ആയിരിക്കും ഇവിടെ ആവശ്യം ഉണ്ടാവുക? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 64 ഗ്രാം ഓക്സിജൻ ആയിരിക്കും എന്ന് പറയാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. 18ലെ ബിയിലേക്ക്, അവസാനത്തെ ചോദ്യത്തിലേക്ക്, N2 reacts with H2 to form NH3. N2H2 എന്നിവ പ്രതിപ്രവർത്തിച്ച് NH3 ഉണ്ടാകുന്നു. Write the balanced chemical equation of this reaction. ഈ രാസപ്രവർത്തനത്തിന്റെ സമീകൃത രാസസമവാക്യം എഴുതുക. ചോദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് N2H2ന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് NH3 ഉണ്ടാകും എന്നാണ്. അപ്പം തന്നെ നമ്മൾ എഴുതി വെക്കുക N2 + H2 gives NH3 എന്ന് എഴുതുക. ഇനി ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാണ് വേണ്ടത്. എന്ത് ചെയ്യുക? സമീകരിക്കുക വേണ്ടത്. സമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭികാരകങ്ങളുടെ റിയാക്റ്റൻസിന്റെ ഭാഗത്തുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിനോട് തുല്യമാക്കുക. റിയാക്റ്റൻസിന്റെ ഭാഗത്തുള്ളവനെ പ്രോഡക്ട്സിന്റെ ഭാഗത്തുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിന് ഈക്വൽ ആക്കുക എന്നതാണ്. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ അപ്പുറത്ത് 1 നൈട്രജനും 3 ഹൈഡ്രജനുമാണുള്ളത്. 2 നൈട്രജൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിന് പിന്നിൽ 2 എന്നിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 നൈട്രജനും 6 ഹൈഡ്രജനുമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഹൈഡ്രജന് ഇവിടെ 6 ആക്കണം എങ്കിൽ എനിക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ നോക്കുമ്പോൾ 2 നൈട്രജൻ അപ്പുറത്ത് 2 നൈട്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ അപ്പുറത്ത് 6 ഹൈഡ്രജൻ. ഇതായിരിക്കും അതിന്റെ സമീകരിച്ച രാസസമവാക്യം എന്ന് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. N2 + 3H2 gives 2NH3. ഇത് നമുക്ക് എവിടെ പഠിക്കാനുണ്ട് എന്നറിയോ? നമ്മളുടെ അവസാനത്തെ പാഠത്തിൽ ഹേബർ പ്രോസസ് ആയിട്ട് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാസ് ഓഫ് നൈട്രജൻ റിക്വയർഡ് ടു ഗെറ്റ് 68 ഗ്രാം ഓഫ് NH3? 68 ഗ്രാം അമോണിയ ലഭിക്കാൻ ആവശ്യമായ നൈട്രജന്റെ മാസ് എത്രയാണ്? നമുക്ക് ഇവിടെ ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഞാൻ ഈ ഇക്വേഷൻ ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. N2 + 3H2 gives 2NH3. ഇതിൽ നൈട്രജന്റെ മാസ് എന്ന് പറയുന്നത് 14 ആണ്. ഇനി ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്നത് 2 നൈട്രജനുകൾ 24 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും കൂടി ചേർന്നാൽ നമുക്ക് ലഭിക്കും 34 ഗ്രാം അമോണിയ. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് 68 ഗ്രാം അമോണിയ ലഭിക്കാൻ വേണ്ടി എത്ര
എത്ര നൈട്രജൻ, എത്ര മാസ് വേണ്ടി വരും എന്നാണ്. 68ഉം 34ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഗുണനം 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും 68. 34 ഗുണം 2 68. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, 34 ഗ്രാമിന് 28 ഗ്രാം നൈട്രജൻ ആണ് എങ്കിൽ 68 ഗ്രാമിന് 28 ഗുണം 2, അതായത് 56 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും ആയിരിക്കും ആവശ്യം ഉണ്ടായിരിക്കുക. 56 ഗ്രാം നൈട്രജൻ ആയിരിക്കും ആവശ്യം എന്ന് അറിയുമ്പോൾ AB ക്വസ്റ്റ്യനുകൾ കഴിയുന്നു. C ക്വസ്റ്റ്യനിലേക്ക്, how many moles of N2 will be remained if 60 gram of H2 reacts completely with 560 gram of N2? 560 ഗ്രാം നൈട്രജനുമായി 60 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ എത്ര മോൾ N2 അവശേഷിക്കും? ചോദ്യം മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിൽ ഹൈഡ്രജൻ എടുക്കുന്നു 60 ഗ്രാം പൂർണ്ണമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എത്ര ഗ്രാം നൈട്രജൻ ബാക്കിയുണ്ടായിരിക്കും അമോണിയ ഉണ്ടായതിന് ശേഷം? ഇവിടെ 6ഉം 60ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇൻറ്റു 10 ഇരട്ടിയാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അതായത് 60 ഗ്രാം നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ 60 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 10 ഇരട്ടി അമോണിയ ഉണ്ടാകും. കൂടാതെ 10 ഇരട്ടി നൈട്രജനും ഉപയോഗിക്കപ്പെടും. അതായത് ഇവിടെ ഉണ്ടാകുന്ന അമോണിയയുടെ അളവ് 340 ഗ്രാം ആയിരിക്കും. കൂടാതെ 280 ഗ്രാം നൈട്രജൻ അതിനായിട്ട് ഉപയോഗിക്കപ്പെടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 560 ഗ്രാം നൈട്രജനിൽ എത്ര ബാക്കിയുണ്ടായിരിക്കും? ഉപയോഗിച്ചു കഴിഞ്ഞത് 280. അതിനാൽ 560 മൈനസ് 280 സമം 280 ഗ്രാം എന്ന് ലഭിക്കും. ഇതോടുകൂടി നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ അവസാനിക്കുന്നു. 18 ചോദ്യങ്ങൾ നീളമുള്ള വീഡിയോ. എത്ര പേര് കണ്ടിട്ടുണ്ടാവും? കുറഞ്ഞ ആളുകളെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർ താഴെ കമന്റിൽ ഒരു തീയുടെ ഇമോജി ഇട്ട് വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എങ്കിൽ ക്ലാസിന്റെ അഭിപ്രായം കൂടെ താഴെ രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ SSLC എക്സാമിന് നമ്മുടെ മുന്നിൽ ആകെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ SSLC എക്സാമിന് ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. ഉയർന്ന സ്കോർ നേടിയാൽ മാത്രമേ നമുക്ക് +1 +2 വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നവരാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ ടേണിംഗ് പോയിന്റിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സാപ്പ് നമ്പർ നൽകുന്നുണ്ട്. അതിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഈ MEA സ്കൂളിലെ കുട്ടികളെ എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഓർബിറ്റ് വിന്നേഴ്സിലെ ഈവനിങ് റിവിഷൻ ക്യാമ്പിനെ കുറിച്ചിട്ടാണ്. ജനുവരി 5-ാം തീയതി മുതൽ തുടങ്ങുന്ന ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഫുൾ A+ ആണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്റൻസ് കോച്ചിങ് ആയിരിക്കും ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുക. പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, എക്സാം സീരീസുകൾ, മോഡൽ എക്സാമുകൾ എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഓർബിറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നൽകുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.